that inside the university campus, this kind of gruesome activity is going on, and nobody from the university authorities come to know about it. And if they don't come to know about it, then there is something fishy about it. I have been told, and many of you must also be knowing, that in every university, SFI has converted one hostel into their headquarters, where even university authorities feel scared to go there. And what I had said earlier, that SFI and PFI are working together. I have received reports from Wayanad that some of these people who are involved, they are sympathizers of PFI. ഡീന് ഇത്രയും വലിയ കുറ്റം ചെയ്ത ഡീന് കുറ്റം ചെയ്തിട്ട് കൂട്ടുനിന്ന ഡീന് ആ ഡീനെതിരെ അറ്റ്ലീസ്റ്റ് ഒരു ആക്ഷൻ എടുക്കുകയോ കാര്യങ്ങൾ ആ ഡീനെതിരെ ആക്ഷൻ എടുക്കുകയോ VC ചെയ്യാം. എൻ്റെ വീട്ടിൽ വന്ന് എന്നോട് എനിക്കൊരു ഉറപ്പ് പറഞ്ഞിട്ട് പോയതാ, എന്ത് വേണമെങ്കിലും ചെയ്യാം, ഏത് വേണമെങ്കിലും ചെയ്യാം, എന്ത് സഹായത്തിന് ഞാൻ കൂട്ടിനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ ആ VC വിശ്വസിച്ചു, ആ VC എല്ലാം ചെയ്യും, എനിക്ക് എല്ലാ സഹായം ചെയ്യും. ഇത് നമുക്കറിയില്ലല്ലോ ഇവരൊക്കെ സ്വഭാവം എങ്ങനെയാണെന്ന്. ഇപ്പോൾ VC സസ്പെൻഡ് ചെയ്തപ്പോൾ മനസ്സിലായി ഈ വീട്ടിൽ വന്നിട്ട് പോകണ ഇവരുടെയൊക്കെ സ്വഭാവങ്ങൾ എന്താണ്, നമുക്ക് തരുന്ന ഉറപ്പെന്താണ്. ഒരാൾ മാത്രം ഇപ്പോൾ പറഞ്ഞ് നല്ല രീതിയിൽ പ്രവർത്തിച്ചു, അത് ഗവർണർ ചാൻസലർ. ഒരാൾ മാത്രമെന്ന് ഞാൻ പറയുന്നില്ല, വന്നവരിൽ ഒരാൾ എന്നേ പറയുന്നുള്ളൂ. ഇപ്പോൾ പലരും നമുക്ക് നല്ല സഹായം ചെയ്യുന്നുണ്ട്. അപ്പോൾ നട്ടലുള്ള ഒരാൾ തന്നെയാണ് ആ ഗവർണർ. പുള്ളിയുടെ ഡ്യൂട്ടി പുള്ളി കറക്റ്റായിട്ട് ചെയ്തു. എനിക്കൊരു ഉറപ്പ് തന്നിട്ട് പോയി ഇതിനുള്ള ആൾക്കാരെ ഞാൻ വെറുതെ വിടില്ല എന്ന്. പക്ഷേ അന്ന് മുതൽ പുള്ളി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതെല്ലാ ക്യാമ്പസുകളിലും നടക്കുകയാണ്. ഈ കുഞ്ഞ് മരിച്ചതുകൊണ്ടാണ് ഇത് പുറത്തറിഞ്ഞത്. കുറെ അധ്യാപക സംഘടനാ നേതാക്കൾ CPM അവർക്കെതിരായും നടപടിയെടുക്കണം. അവരെയും ഈ കേസിൽ പ്രതികളാക്കണം. റാഗിംഗ് നടന്നിട്ട്, ഇത്രയും ക്രൂരമായ ആക്രമണം നടന്നിട്ട് അവിടെയുള്ള ഡീൻ അടക്കമുള്ള അധ്യാപകർ ഇത് ഒളിച്ചു വെക്കുകയാണ്, കുട്ടികളെ ഭീഷണിപ്പെടുത്തുകയാണ്. പുറത്ത് നിങ്ങൾ ഇത് പറയരുത് എന്ന് കുട്ടികളെ ഭീഷണിപ്പെടുത്തുകയാണ്. ബന്ധുക്കൾ എന്നപ്പോൾ അവരോട് പറയരുതെന്ന് ഭീഷണിപ്പെടുത്തുകയാണ്. ഇവരെയൊക്കെ അധ്യാപകനാക്കി എങ്ങനെ വയ്ക്കുന്നത്? ഇവരൊക്കെയാണ് അധ്യാപകർ കേരളത്തിലെ ക്യാമ്പസിൽ. ഒരു കാരണവശാലും അങ്ങനത്തെ ഒരു അധ്യാപകൻ ഇനി അവിടെ പഠിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് അവർക്കെതിരായി അന്വേഷണം നടത്തി യുക്തമായ നടപടികൾ സ്വീകരിക്കണം. ഇല്ലെങ്കിൽ അവരെയും ഞങ്ങൾ ഉപരോധിക്കും, പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല. നമസ്കാരം, പയൻ ഡിബേറ്റിലേക്ക് സ്വാഗതം. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച സിദ്ധാർത്ഥിന്റെ ദാരുണ മരണത്തിൽ കുട്ടി സഖാക്കൾ ഒന്നൊന്നായി അറസ്റ്റിലാകുമ്പോഴും ന്യായീകരണത്തിന്റെ പരകോടിയിലെത്തി നിൽക്കുന്ന SFIക്കും മൗനം നടിച്ചിരിക്കുന്ന മുഖ്യമന്ത്രിക്കും മറുപടിയായി കേരള ഗവർണർ. സിദ്ധാർത്ഥിന്റെ വീട്ടുകാർക്ക് നൽകിയത് കള്ള ഉറപ്പല്ലെന്ന് ഗവർണർ തെളിയിച്ചു. 4 ദിവസത്തെ ക്രൂരമർദ്ദനവും ആൾക്കൂട്ട വിചാരണയും മരണവും ഒക്കെ മൂടിവെച്ച ഡീനിനെയും ഹോസ്റ്റൽ ചുമതലക്കാരനെയും സംരക്ഷിച്ച വൈസ് ചാൻസലർക്ക് സസ്പെൻഷൻ അടിച്ച് കയ്യിൽ കൊടുത്തു. സർക്കാരിനോട് ആലോചിക്കാതെ ഗവർണർ നടപടിയെടുത്തെന്ന് മന്ത്രി ചിഞ്ചു റാണിയെ കൊണ്ട് പറയിപ്പിച്ച് സർക്കാർ. ഗവർണറെയാണ് വിശ്വാസമെന്ന് സിദ്ധാർത്ഥിന്റെ അച്ഛൻ. സിദ്ധാർത്ഥിനെ രക്തസാക്ഷിയാക്കി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുള്ള CPMന്റെ വികലമായ തന്ത്രം പോലും പൊളിഞ്ഞെടുങ്ങുമ്പോൾ പയൻ ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു, കൊന്നത് SFI അല്ലെങ്കിൽ പിന്നെ ആരാണ്? പയൻ ഡിബേറ്റിൽ കോൺഗ്രസ് നേതാവ് ശ്രീ ജിൻഡോ ജോൺ, സിദ്ധാർത്ഥിന്റെ അമ്മാവൻ ശ്രീ ഷിബു, CPM സഹയാത്രികൻ അഡ്വക്കേറ്റ് BN ഹസ്കർ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ ഷിബു, കഴിഞ്ഞ ദിവസവും താങ്കൾ പ്രൈഡ് ഡിബേറ്റിൽ പങ്കെടുത്തിരുന്നു. അന്ന് ഒരുപാട് കാര്യങ്ങൾ താങ്കൾ വെളിപ്പെടുത്തുകയുണ്ടായി. ഇപ്പോൾ ഈ പറയുന്ന വൈസ് ചാൻസലർ, അദ്ദേഹം കഴിഞ്ഞ ദിവസം സിദ്ധാർത്ഥിന്റെ വീട്ടിലെത്തിയതാണല്ലോ. എന്തൊക്കെ ഉറപ്പെന്ന് നൽകിയിരുന്നു? ഇതേ വൈസ് ചാൻസലറെയാണ് ഇന്ന് ഗവർണർ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. VC വീട്ടിൽ വന്നിരുന്നു. വീട്ടിൽ വന്നിട്ട് അദ്ദേഹം പറഞ്ഞത് നടപടി സ്വീകരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് അദ്ദേഹം വന്നത് വളരെ സ്പീഡിൽ വന്നു. ഉടൻ തന്നെ അമ്മയെ കാണണമെന്ന് പറഞ്ഞു. ഉടൻ പോകുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് സ്വീകരിച്ചത്. ചാനലുകാരെയൊക്കെ കണ്ടപ്പോൾ അദ്ദേഹം വണ്ടി അവിടെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിർത്താതെ തുടർന്ന് നേരെ പോവുകയാണ് ചെയ്തത്. പിന്നെ വണ്ടി തിരിച്ച് അദ്ദേഹം ചാനലുകാരെല്ലാം മാറി നിൽക്കുമായിരുന്നു അദ്ദേഹം ഇറങ്ങാൻ വേണ്ടി. ഇദ്ദേഹം ഇറങ്ങിയതിന് ശേഷമാണ് ചാനലുകാരെല്ലാം ഫ്രണ്ടിലോട്ട് വന്നത്. അദ്ദേഹം വരുന്ന സമയം തന്നെ സ്പീഡിൽ വരുന്നു. ഇരുന്ന ഉടനെ തന്നെ അമ്മയെ കാണാം. അമ്മയെ കണ്ടു ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ആദ്യം ചോദിച്ചത്, സാർ എന്ത് നടപടിയെടുത്തു ഡീനിനെതിരെ? ഈ
ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ആ കോളേജിൻ്റെ ഡീനാണ് എല്ലാ കാര്യങ്ങളും മറച്ചു വയ്ക്കാൻ ശ്രമിച്ചത്. ആദ്യം മുതലേ ഇതൊരു സാധാരണ ആത്മഹത്യ, എന്തോ ഒരു മാനസിക വിഭ്രാന്തിയിലുള്ള അത് ആത്മഹത്യയായി മുദ്ര കുത്താൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന രീതിയിലാണ് ഡീനും അവിടുത്തെ PT ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകനായ കാന്തനാഥനും മറ്റുള്ള വൈത്തിരി SI മണി തുടങ്ങിയവരുടെ ഒരു നീക്കമെന്ന് ഞാൻ അദ്ദേഹത്തിനോട് ധരിപ്പിച്ചു. അപ്പോൾ ഈ നമ്മുടെ VC ഡീനിനെതിരെ ഉടൻ തന്നെ അച്ചടക്ക നടപടി ഉണ്ടാവുമെന്നും ഞാൻ നമ്മൾ കൊടുത്ത പരാതിയെക്കുറിച്ച് പറയുകയുണ്ടായി. അതിന് കൃത്യമായ മറുപടി തന്നു. ഞാൻ മറുപടി ലഭിച്ചിട്ടുണ്ട്. പക്ഷേ സാർ, അതിൽ ഒരു മറുപടി പോരാ, നടപടിയാണ് നമുക്ക് ആവശ്യം. അത് ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടാണ് വീട്ടിൽ നിന്ന് പോയത്. എന്നാൽ പിന്നെ അതിനെക്കുറിച്ച് ഒരു അറിവും ഉണ്ടായില്ല. ഇന്ന് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഗവർണർ ഒരു സസ്പെൻഷൻ ഓർഡർ അടിച്ച് ഇതേ VCക്ക് തന്നെ, ഈ പറയുന്ന അദ്ദേഹത്തിന്റെ പേര് ശശീന്ദ്രനാഥ് എന്നാണ്, വെറ്റിനറി സർവകലാശാലയുടെ VC, അദ്ദേഹത്തിന് സസ്പെൻഷൻ കൊടുത്തതിന് ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന താങ്കൾ പറഞ്ഞ ഈ ഡീനിനെയും അതുപോലെ തന്നെ അസിസ്റ്റന്റ് ഹോസ്റ്റൽ വാർഡനെയും, ഹോസ്റ്റൽ വാർഡന്റെ ചുമതല ഇതേ ഡീന് തന്നെയാണല്ലോ, അപ്പോൾ അസിസ്റ്റന്റ് ഹോസ്റ്റൽ വാർഡനെയും സസ്പെൻഡ് ചെയ്യാനുള്ള ഓർഡർ ഞാൻ എഴുതി ഒപ്പിടാൻ തുടങ്ങുമ്പോഴാണ് എന്നെ സസ്പെൻഡ് ചെയ്തതായുള്ള ഓർഡർ എനിക്ക് കിട്ടിയത് എന്ന്. അതായത് അദ്ദേഹം പറയുന്നത്, എന്ത് ഉറപ്പാണോ സിദ്ധാർത്ഥിന്റെ വീട്ടുകാർക്ക് കൊടുത്തത് അത് ഞാൻ ചെയ്യുകയായിരുന്നു, അപ്പോഴാണ് ഗവർണർ എനിക്കെതിരെ നടപടിയെടുത്തത്, അതുകൊണ്ട് ഞാനത് ഒപ്പിടാതെ അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ടെന്നാണ്. അത് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം അവിടുന്ന് പോയി എന്ത് നടപടിയെടുക്കുക, അദ്ദേഹത്തിന് ആ നടപടിയെടുക്കാൻ കഴിയില്ല. നമ്മൾ ഇന്നലെ തന്നെ കണ്ടതാണ്, ഡീന് നല്ല വ്യക്തിയാണ്, അദ്ദേഹം അങ്ങനെയൊന്നും ചെയ്യില്ല, അദ്ദേഹം നല്ലൊരു മനുഷ്യനാണെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പം അദ്ദേഹത്തിനെതിരെ ആര് നടപടിയെടുക്കാൻ? സ്റ്റേറ്റ് ഗവൺമെൻറ് എന്തായാലും അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് പ്രഷർ അല്ലെങ്കിൽ അത്രയ്ക്ക് പിടിപാടുള്ള ആളാണ് ഡീന്. അല്ലെങ്കിൽ തന്നെ ഇത്രയും ക്രൂരമർദ്ദനമേറ്റ സിദ്ധാർത്ഥനെ ഒരു നിമിഷം പോലും വെളിയിൽ നമുക്ക് വെളിയിൽ നിന്നുള്ള അറിവ് ലഭിക്കുന്നത് വരെ ഒരു രീതിയിൽ പോലും ഒരു സംശയത്തിനും ഇളവയ്ക്കാതെ അതൊരു സാധാരണ ആത്മഹത്യയായി ഇത്രയും സമയം കൊണ്ട് നടക്കാൻ കഴിയുന്ന ഒരു ഡീനിനെ എങ്ങനെയാണ് സസ്പെൻഡ് ചെയ്യാൻ കഴിയുക? അപ്പോൾ ഗവർണർ അത് മുൻകൂട്ടി കണ്ടായിരിക്കണം. അദ്ദേഹത്തിൻ്റെ നിലപാടാണ് അത്. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല കൂടുതൽ. VCക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുള്ള അദ്ദേഹത്തിന് റിപ്പോർട്ട് കിട്ടാതെ അത് ചെയ്യില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഷിബു, അതുപോലെ തന്നെ ഇപ്പോൾ ഒന്നൊന്നായി ആളുകൾ അറസ്റ്റിലാകുന്നുണ്ട്. നിങ്ങൾക്ക് ഈ അന്വേഷണത്തിൽ ഇപ്പോൾ തൃപ്തിയുണ്ടോ? നല്ല രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട് എന്നൊരു തോന്നൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ ഇപ്പോൾ? നേരത്തെ നിങ്ങൾ ഇക്കാര്യത്തിൽ ഒരുപാട് അനുഭവിച്ചതാണല്ലോ. ഇങ്ങനെ ഒരു അന്വേഷണം തുടങ്ങിക്കിട്ടാൻ ഒരുപാട് നിങ്ങൾ കഷ്ടപ്പെട്ടു. ആത്മഹത്യയാണ്, വീട്ടിൽ പൊക്കോളൂ എന്ന് പറഞ്ഞ പോലീസുകാർ വരെ ഇക്കൂട്ടത്തിലുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥർ വരെ ഉണ്ട്. അതിൽ നിന്നാണ് ഇപ്പോൾ ഓരോരുത്തരെയായി അറസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 18 പേർ ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. പോലീസ് ഇത് കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് എല്ലാ പ്രതികളും പിടിയിലായി എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. നിങ്ങൾക്ക് അന്വേഷണത്തിൽ തൃപ്തിയുണ്ടോ ഇപ്പോൾ? സാർ, ഞങ്ങളുടെ ഈ കേസുമായിട്ട് ആദ്യം നമ്മൾ പോകുമ്പോൾ സാർ നേരത്തെ പറഞ്ഞതുപോലെ വെറുമൊരു സാധാരണ ആത്മഹത്യയായി ചിത്രീകരിച്ച ഈ സംഭവം നമുക്ക് കിട്ടിയ ചെറിയ ഒരു ദൈവതുല്യരായ 2-3 ആളുകളുടെ സഹായവും അതോടൊപ്പം ഞങ്ങളുടെ കുറച്ച് ആൾബലവും കോണ്ടാക്റ്റും വെച്ച് ആ കോളേജിനുള്ളിൽ നടത്തിയ റിസർച്ചിൻ വളരെ രീതിയിൽ നമ്മൾ അന്വേഷണം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് ഇത്രയും വലിയ വിവരം നമുക്ക് ലഭിക്കുകയുണ്ടായത്. അല്ലാതെ ഈ വേറൊരു ഏജൻസിയോ ഒന്നും സഹായിച്ചല്ല. ഞങ്ങളുടേതായ അന്വേഷണത്തിലൂടെ ഞങ്ങൾക്ക് ഇത്രയെങ്കിലും എത്താൻ പറ്റിയ. പക്ഷെ അതിനോടൊപ്പം തന്നെ കോളേജിലുള്ള കുറച്ച് നോർത്ത് ഇന്ത്യൻസും കൂടെ വിദ്യാർത്ഥികളും കൂടെ സഹായിച്ചപ്പോൾ അത് നമുക്ക് ആൻറ്റി റാഗിംഗ് കമ്മീഷനിൽ വരെ എത്താനും ഈ രീതിയിലെത്തി. പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ആദ്യ നാളുകളിൽ ഞങ്ങളുടെ CI വിളിച്ചു. അദ്ദേഹം നല്ല രീതിയിലാണ് സംസാരിച്ച. ഉടനെ തന്നെ എല്ലാ കാര്യങ്ങളും നടപടികളും സ്വീകരിക്കുമെന്ന് പറഞ്ഞു. തുടർന്ന് വന്ന് നമ്മൾ ആ സമയത്താണ് ADGPക്ക് പരാതി കൊടുക്കുന്നത്. അദ്ദേഹം അത് വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു. ADGP അദ്ദേഹം ഞങ്ങളെ കേട്ടു. സാധാരണ രീതിയിൽ വിരുദ്ധമായി അദ്ദേഹം ഞങ്ങളെ ഇരുത്തി കാര്യങ്ങൾ കേട്ട് ഉടനെ തന്നെ അതിനെ DIGയെ കൊണ്ട് അന്വേഷിക്കാൻ അദ്ദേഹം ഞങ്ങളുടെ മുന്നിൽ വച്ച് തന്നെ നോട്ട് എഴുതി സെക്ഷനിലേക്ക് കൈമാറി. പിറ്റേ ദിവസം അദ്ദേഹം വന്ന് അത് അപ്ഡേറ്റ് ചെയ്തു. എത്രത്തോളമായി അത് ഉടൻ തന്നെ ആക്ഷൻ എടുക്കാൻ പറഞ്ഞു. അതിൻ്റെ ഫലം ഞാൻ പോയ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് തന്നെ അതിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടി. എനിക്കൊരു മെസ്സേജ് വന്നു, കേസ് DYSPയെ അന്വേഷിക്കുമെന്ന്.
അദ്ദേഹത്തിനെ വിളിച്ചു. അദ്ദേഹവും ഉടൻ തന്നെ ആദ്യത്തെ തന്നെ നമ്മളെ വീട്ടിൽ വന്ന് ഞങ്ങളുടെ മൊഴിയാണ് അദ്ദേഹം രേഖപ്പെടുത്തിയത്. ആ സമയങ്ങളിലെല്ലാം കൃത്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോയി. എന്നാൽ അറസ്റ്റിലേക്ക് പോയപ്പോൾ അറസ്റ്റ് വൈകുന്നതായി നമുക്ക് മനസ്സിലായി. അദ്ദേഹത്തിനെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, ഈ 12 പേരുടെയും വീടുകളിൽ ഞാൻ കയറിയിറങ്ങി നോക്കുന്നു, ആരും തന്നെ വീടുകളിലില്ല, പലരും ഒളിവിലാണ്, ഉടൻ തന്നെ പിടിക്കും. അദ്ദേഹം നല്ലൊരു വ്യക്തിയായിരുന്നു, അദ്ദേഹം പിടിക്കും എന്ന് പറഞ്ഞു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ ചില പത്രസമ്മേളനങ്ങളും മറ്റു കാര്യങ്ങളിലെല്ലാം SFIയുടെ പങ്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നുവെങ്കിലും പിന്നുള്ള ചില കാര്യങ്ങളിൽ അദ്ദേഹം പ്രസ്താവനകൾ മാറ്റി പറഞ്ഞു. അപ്പോൾ നമുക്ക് മനസ്സിലായി അദ്ദേഹത്തിന് കൂച്ചുവിലങ്ങിടാൻ തുടങ്ങി, അദ്ദേഹത്തിന് പ്രഷറുണ്ട്, അദ്ദേഹത്തിന് സ്വതന്ത്രനായി അന്വേഷിക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം വന്നു. തുടർന്നാണ് 1-2 പേരെ അറസ്റ്റ്, തുടർന്നുള്ള 6 പേര്, ഈ ലിസ്റ്റിലില്ലാത്ത 6 പേരെ കണ്ടെത്തുകയും അവരെ അറസ്റ്റ് ചെയ്ത് 8 പേരെ എന്തോ ചോദ്യം ചെയ്ത് 8-9 വരെ ചോദ്യം ചെയ്തതിൽ 6 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ആ സമയത്തും ഞങ്ങൾ പെട്ടെന്ന് പേടിക്കുകയാണ് ചെയ്തത്. കാരണം ഈ 6 പേരെ പിടിച്ച് ഈ കേസ് എങ്ങനെ പോകുമെന്ന് പേടിച്ചിരിക്കുമ്പോഴാണ് വീണ്ടും തുടർന്ന് ആ 12 പേരിൽ ഒരാളിനെ കിട്ടുന്നു. ആ കേസ് പിന്നെ ആരെയും കിട്ടുന്നില്ല. അത് ആലോചിക്കണം. വെറും ഒരു കോളേജ് വിദ്യാർത്ഥികളായ 12 പേര് ഇത്രയും ദിവസം ഒളിവിൽ കഴിഞ്ഞിരുന്നു. തുടർന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉടനെ ഇതിൽ ആക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞു കഴിയും മുമ്പേ ഓരോരുത്തർ വീതം സറണ്ടർ ആവാൻ തുടങ്ങി. അത് എന്താണ്, ആരാണ് അത്രയും ദിവസം സംരക്ഷിച്ചിരുന്നു, ഇവർക്ക് ആരാണ് പ്രൊട്ടക്ഷൻ കൊടുത്തിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എനിക്ക് നേരത്തെ കോളേജിനകത്തുനിന്ന് കിട്ടിയ വിവരങ്ങൾ തന്നതുപോലെ ആ പ്രദേശത്ത് വയനാട് മേഖലയിൽ നിന്നും എനിക്ക് കിട്ടിയ അറിവ് ഇവരെ പല പാർട്ടി ആസ്ഥാനങ്ങളിലും ഇവർ ഉണ്ടായിരുന്നു എന്നാണ്. അത് മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവരെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കാൻ കൊണ്ടുപോയപ്പോൾ വയനാട്ടിലെ ഒരു CPM നേതാവും കൂടെ ഉണ്ടായിരുന്നു, അല്ലേ? അന്ന് ആ രീതിയിലുള്ള വാർത്തകൾ വന്നിരുന്നു, പലരും അയാളെ കണ്ടതുമാണ്. അപ്പോൾ ഇപ്പോഴും ഇത്തരത്തിലുള്ള സഹായം കിട്ടുന്നുണ്ട് എന്നാണോ നിങ്ങൾ സംശയിക്കുന്നത്? അത് ഇവർക്ക് എന്തായാലും ലോക്കൽ സപ്പോർട്ട് ഇല്ലാതെ അവർക്ക് ഇത്രയും നാൾ ഒളിച്ചു നിൽക്കാൻ കഴിയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എവിടെ പോയി നിൽക്കും? അവർക്ക് എന്തായാലും എന്തോ സഹായം ലഭിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇവർ ഈ ദിവസങ്ങളിൽ വെറും 2 ദിവസം കൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിഷയം കടുപ്പിച്ചു തുടങ്ങിയപ്പോൾ മാത്രമാണ് ഇവർ അത് പുറത്ത് ഇതിലേക്ക് വന്നു തുടങ്ങിയത്. അപ്പം അവർ എന്തോ ഒരു സഹായം പുറത്തുനിന്ന് അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്നു. അതിന് തെളിവാണ് നമ്മുടെ SFIയുടെ തന്നെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ കോളേജ് ക്യാമ്പസിൽ തമ്പടിച്ച് അവരുടേതായ പ്രവർത്തനങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് അവിടെ നിന്നുള്ള ഞാൻ പോയി കണ്ടതല്ല, അവിടെ നിന്നുള്ള വേണ്ടപ്പെട്ട നമുക്ക് അനുകൂലമായി നിൽക്കുന്ന കുറച്ച് ആളുകൾ പറഞ്ഞു തന്നതാണ്. അത് എന്താണ് ഇപ്പോഴും അവിടെ SFI നേതാക്കൾ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടെന്നാണ്. അതെ അവർ പറയുന്നത് ആ കുട്ടികളിൽ നിന്നുള്ള കാര്യങ്ങൾ എടുക്കുന്നുവെന്നാണ്. പക്ഷേ അവർ നിൽക്കുന്തോറും ആളുകൾ അറസ്റ്റ് വൈകുകയാണ് ചെയ്തത്. അപ്പം അതൊക്കെ നമ്മൾ കൂട്ടി വായിക്കണം. ഇത്രയും മൃഗീയമായ പീഡനത്തിലൂടെ ഒരു പാവപ്പെട്ട കുട്ടിയെ കൊന്നു തള്ളിയിട്ട് വീണ്ടും അവരെ സംരക്ഷിച്ച് നിർത്തുന്നത് വളരെ തെറ്റാണ്. അത് അങ്ങനെ ഒരു കാലത്തും ചെയ്യാൻ പാടില്ല. ഇതിനെല്ലാം കൂട്ടു നിൽക്കാൻ ഒരു ഡീനും അതേപോലെ ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായ കാന്തനാഥനും പിന്നെ ഒരു പേരുള്ളത് അവിടെ വാർഡൻ നേരത്തെ പറഞ്ഞു. അത് ഞാൻ വാർഡൻ്റെ കാര്യം അദ്ദേഹത്തിന് ചോദിച്ചപ്പോൾ ഞാൻ തന്നെയാണ് വാർഡൻ. ഒരു അസിസ്റ്റൻറ്റ് വാർഡനുണ്ട്, അദ്ദേഹത്തിന് സ്പോർട്സ് ഡേ ആയതുകൊണ്ട് അവിടെ സമയമൊന്നുമില്ല, അദ്ദേഹം ഇല്ല. ഈ കോളേജിൻ്റെ ഈ ഹോസ്റ്റലിൻ്റെ വളരെ അടുത്താണ് ഡീൻ താമസിക്കുന്നത്. ഈ കോളേജിൽ ഈ കുട്ടിയെ പീഡിപ്പിക്കുമ്പോൾ ഏകദേശം വളരെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ടുവെന്നാണ് മറ്റുള്ള കുട്ടികൾ പറയുന്നത്. എങ്കിൽ ഡീൻ എന്താണ് ഇത് കയറ്റാത്തത്? അല്ലെങ്കിൽ അവിടെ നടന്ന ഒരു കാര്യം ഡീൻ അടുത്ത് താമസിക്കുന്ന ഡീൻ അറിയാത്ത കാര്യമാണ് അവിടുത്തെ ഒരു PTA പ്രസിഡന്റ് അറിഞ്ഞിരിക്കുന്നത്. അപ്പം ആ വച്ച് നോക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഷിബു പറഞ്ഞ കാര്യം മറ്റൊരു കാര്യം കൂടിയുണ്ട്. കുറച്ച് സമയം മുമ്പ് സംഭവിച്ചതാണ്. ഈ കുറച്ച് വിദ്യാർത്ഥികൾ പ്രതികരിച്ചതായിട്ടുള്ള വാർത്ത വയനാട്ടിൽ നിന്ന് വന്നു. അതിൽ അവർ പറയുന്നത് ഈ പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥികളുടെ പ്രതികരണത്തിൽ സിദ്ധാർത്ഥൻ ദിവസങ്ങളോളം മർദ്ദനത്തിന് ഇരയായിട്ടില്ലെന്ന് ഈ ഹോസ്റ്റൽ ഈ പറയുന്ന കുട്ടികൾ പറയുന്നു. സിദ്ധാർത്ഥനെ പട്ടിണിക്ക് ഇട്ടിട്ടില്ല, സിദ്ധാർത്ഥന്റെ മുറിയിൽ കൊണ്ടുപോയി ഭക്ഷണം നൽകിയിരുന്നുവെങ്കിലും കഴിച്ചിരുന്നില്ല. അതായത് ഈ ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ കണ്ടെത്തലുകൾ തെറ്റാണ് എന്ന് ഈ കുട്ടികൾ പറയുകയാണ്. അത് സംഭവം വ്യക്തമാണല്ലോ. താങ്കളും പറഞ്ഞു അവിടെ CPMന്റെ കുറച്ച് നേതാക്കൾ തമ്പടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വിദ്യാർത്ഥികളെ കൊണ്ട് ആ രീതിയിൽ പറയിക്കുന്നതിന് വേണ്ടിയുള്ള ട്രെയിനിങ് അവിടെ നടക്കുകയാണല്ലേ? തീർച്ചയായിട്ടും സാർ. അത് ആ വീഡിയോ സാർ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇവർ ആരുടെയോ മുഖത്ത് നോക്കിയാണ് ആ പറയുന്നത്. എന്തോ അല്ലെങ്കിൽ തന്നെ ആ പറയുന്ന 2 കുട്ടികളുടെ ഫേസിന്റെ നമ്മൾ ആ ഫിസിക്കൽ അപ്പിയറൻസ് നോക്കിയാൽ മനസ്സിലാകും. എന്തോ സമർത്ഥിക്കാനുള്ള ഒരു
വെമ്പൽ അവരിലുണ്ട്. അവര് പേടിച്ചെന്ന് അവരിങ്ങനെ തറപ്പിച്ചത് ആര് പറയുന്നു, മാധ്യമങ്ങൾ ഇങ്ങനെ പറയും. സാധാരണ ഒരു മൊഴി അല്ലെങ്കിൽ ഞാൻ ഒരാൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ ആ ഫിസിക്കൽ അപ്പിയറൻസ് അവർക്ക് അയ്യോ ഇത് വളരെ സങ്കടമെന്ന് ആ രീതിയിലേ പറയുള്ളൂ. ഇതങ്ങനെയല്ല. മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുകയും അത് ഇവർ വേറെന്തയോ അവിടെ തള്ളി കയറ്റാൻ ശ്രമിക്കുന്ന ഒരു ഫീലിംഗ് ആ വീഡിയോ കണ്ട കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. എന്നെക്കാളും നിങ്ങൾക്ക് അത് കാണാൻ സംശയം തോന്നിയത് കൊണ്ടാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. ഇങ്ങനെ അപ്പോൾ അതാണ് താങ്കൾ പറഞ്ഞതും അതുമായിട്ട് കൂട്ടി യോജിപ്പിച്ച് ഞാൻ പറഞ്ഞത് അവിടെ SFIയുടെ നേതാക്കൾ ഇല്ല അത് ഉണ്ട്. ഈ ക്രൂര പീഡനം നടന്നത് 3 ദിവസം കൃത്യമായി നടന്നു. അത് നമുക്ക് അതിന് തെളിവ് കൃത്യമായി കിട്ടിയിട്ടുണ്ട്. 16-ാം തീയതിയാണ് രാത്രിയാണ് ഇത് നടക്കുന്നെങ്കിലും ഇവനെ വാട്ടർ ടാങ്കിൻ്റെ ഭാഗത്ത് ആ കുട്ടികളെ തന്നെ പറയുന്നുണ്ട് കൊണ്ടുപോയെന്നും കുന്നിൻ്റെ പുറത്ത് കൊണ്ടുപോയി പീഡിപ്പിക്കുകയും ഇതൊക്കെ എല്ലായിടും ചാനലുകളിലും എല്ലാവരും അറിഞ്ഞതാണ്. 130ഓളം കുട്ടികളുടെ മുമ്പ് വെച്ച് പരസ്യ വിചാരണ ചെയ്തു. അതേപോലെ ബെൽറ്റ് മുറിയുന്നത് വരെ അടിച്ചു. വയറ്റിൽ ചവിട്ടിയ കുടലൊക്കെ ഡാമേജ് ആയിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു കുട്ടി എണീറ്റിൽ നിന്ന് ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്നത് 3 ദിവസം വെള്ളം കുടിക്കാതെ ആഹാരം കഴിക്കാതെ കിടക്കുന്ന ഒരു കുട്ടി എങ്ങനെയാണ് അവനെപ്പോലുള്ള അവനാണെങ്കിൽ പെട്ടെന്ന് തലവേദനയും മറ്റുള്ള ഇതും വരുന്ന കുട്ടിയാണ്. അപ്പോൾ അവനെ കൊണ്ട് അത് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് അവൻ ബോധം കെട്ടെന്തോ വീണപ്പോൾ ഇവർ സംശയിച്ചു മരിച്ചുപോയെന്ന് അങ്ങനെ കെട്ടിത്തൂക്കി, അല്ലെങ്കിൽ കഴുത്തിൽ വയറിട്ട് കൊന്നു എന്നിട്ട് കെട്ടിത്തൂക്കി. എന്തായാലും അത് തുറന്നു കണ്ടത് ഞാൻ കണ്ടിട്ടില്ല, പോലീസ് കണ്ടിട്ടില്ല, വേറെ ആരും കണ്ടിട്ടില്ല. അവൻ തൂങ്ങി നിന്നു എന്ന് അവർ പറയുന്ന സ്ഥലം ചവിട്ടി തുറന്നു എന്ന് പറയുന്നു, പോലീസ് കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല, മറ്റ് ഏജൻസികൾ കണ്ടിട്ടില്ല. കണ്ടത് ഡീനും അവിടെയുള്ള സീനിയർ വിദ്യാർത്ഥികളും മാത്രമാണ്. അപ്പം ഡീനിന് മാത്രമേ അറിയാവുള്ളൂ അവിടെ എന്ത് സംഭവിച്ചത്. അപ്പോൾ ഡീനിനെ ഇക്കാര്യത്തിൽ ഇതുവരെ ചോദ്യം ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഡീനിനെ ഇതുവരെ അറസ്റ്റ് ചെയ്യുകയോ ചോദ്യം ചെയ്യുകയോ പ്രതിപട്ടികയിൽ കൊണ്ടുവരികയോ ചെയ്തിട്ടില്ല. അപ്പം ഡീനിനും കാന്തനാഥനും കൃത്യമായിട്ട് അറിയാം അവിടെ എന്ത് സംഭവിച്ചുവെന്ന്. അതുപോലെ തന്നെ ഇപ്പോൾ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ കൃത്യമായ ഒരു മൊഴി കിട്ടുമെന്ന് താങ്കൾക്ക് വിശ്വാസമുണ്ടോ? ഇപ്പോൾ ഈ കുട്ടികളുണ്ടല്ലോ, താങ്കളോടും രഹസ്യമായിട്ട് ചിലരെങ്കിലും സംസാരിക്കുന്നുണ്ടാവുമല്ലോ, ഇപ്പോഴും ഉണ്ടോ? അങ്ങനെയുണ്ടോ? ഇപ്പോൾ ഇല്ല, വിവരം തരുന്നുണ്ടോ? ആദ്യകാലങ്ങളിൽ സംസാരിച്ചിരുന്നു കുട്ടികൾ. മറ്റുള്ളവർ വിവരം തരുന്നുണ്ട്. അത് വെളിപ്പെടുത്തിയാൽ അവരെ ജീവൻ വെളിയിലുള്ള ആളുകളാണ്. അവരുടെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നെ ജീവനോടെ ഉണ്ടാവുമെന്ന് സംശയമാണ്. വിദ്യാർത്ഥികളിൽ രണ്ട് കുട്ടികളോളം എന്നെ വിളിച്ചു. ആദ്യത്തെ കാര്യത്തിൽ തന്നെ അത് പറഞ്ഞു, ഇത് നിങ്ങളെ അന്വേഷണമായിട്ട് മുന്നോട്ട് പോകണമെങ്കിലേ ഇത് സാധാരണ മരണമല്ല, ഇതൊരു കൊലപാതകമാണ്. അവൻ്റെ സീനിയേഴ്സും ക്ലാസ്മേറ്റും ബാച്ച്മേറ്റും റൂം മാറ്റും ആയതും ചങ്ക് കൂട്ടുകാരും കൂടെ ചേർന്ന് ആസൂത്രിതമായി കൊന്ന് കെട്ടിത്തൂക്കിയതാണ്. SFIയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വിവാദമാകുമ്പോൾ അവർക്ക് പെണ്ണ് വിഷയം, ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ വിഷയം കൊണ്ടുവന്ന് നിങ്ങളെ മാനസികമായി തളർത്തും. അതുകൊണ്ട് ഇത് എനിക്ക് മുൻകൂട്ടി പറഞ്ഞു തന്നതാണ്. ഈ വിഷയം വന്നത് ഇന്ന് മാത്രമാണ്. ഇത് ഞാൻ നേരത്തെ അറിഞ്ഞു. അപ്പോൾ ഞാനിത് 20-ാം തീയതി അറിഞ്ഞു. അപ്പോഴാണ് സാർ ഇത് ആലോചിക്കേണ്ടത്. ഇത് ഒരിക്കലും അങ്കിൾ ഇത് മുന്നോട്ട് പോവാതിരിക്കരുത്. നിങ്ങൾ പെണ്ണ് വിഷയമാകുമ്പോൾ നിങ്ങൾ സിദ്ധാർത്ഥൻ്റെ ഇത് വെളിയിൽ എങ്ങനെ അറിയൂ എന്നുള്ള പേടിച്ച് നിങ്ങൾ നാണക്കേട് കരുതി പുറത്ത് പറയാതെ ഇരിക്കരുത്. അങ്ങനെ ഒരു വിഷയം അവനിൽ ഉണ്ടാവില്ല, നിങ്ങളിത് മുന്നോട്ട് പോകണമെന്ന് തറപ്പിച്ച് പറയുകയും മറ്റുള്ള അറിവും നമുക്ക് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതുമായിട്ട് മുന്നോട്ട് പോയത്. അല്ല, ആ സമയത്തുണ്ടല്ലോ, ഈ സിദ്ധാർത്ഥൻ മരിക്കുന്ന ആ സമയത്ത് അന്നേ ഈ ഒരു കേസുണ്ട്, അല്ല ഇങ്ങനെ ഒരു പരാതി വന്നിരുന്നോ? അത് ആർക്കെങ്കിലും കൈമാറിയതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വിവരം കിട്ടിയിരുന്നു? ഇപ്പോൾ വയനാട് DYSP പറയുന്നത് അങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടില്ല എന്നാണ്. ഇന്ന് വൈസ് ചാൻസലർ എന്നിപ്പോൾ അദ്ദേഹത്തെ പറയാൻ പറ്റുകയില്ല, ഗവർണർ പുറത്താക്കിയ വൈസ് ചാൻസലർ പുറത്താക്കിയ വൈസ് ചാൻസലർ അദ്ദേഹവും പറഞ്ഞത് അങ്ങനെ ഒരു പരാതിയെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയില്ല എന്നാണ്. അതായത് സിദ്ധാർത്ഥനെതിരെ ഒരു പെൺകുട്ടി പരാതി കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ പുറത്തു പോകേണ്ടി വന്ന വൈസ് ചാൻസലറും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് ആ സമയത്ത് ഇങ്ങനെ ഒരു പരാതിയെ പറ്റി ഇപ്പോൾ സിദ്ധാർത്ഥനോട് ആരെങ്കിലും പറഞ്ഞോ ഇങ്ങനെ പരാതി ഉണ്ടെന്ന്? അതോ മരിച്ചതിന് ശേഷം ഉണ്ടാക്കിയെടുത്ത ഒരു ഡ്രാമയാണോ ഇത്? ഞങ്ങൾക്ക് ഇതുവരെയും ഇന്നത്തെ വാർത്തയിലോ ഇന്നലത്തെ വൈകുന്നേരത്തെ ഏതോ ഒരു വാർത്തയിൽ നിന്നാണ് ഈ ഒരു പരാതിയെക്കുറിച്ച് വരാൻ തുടങ്ങിയത്. അതുവരെ ഇത്തരത്തിലുള്ളൊരു പരാതി ഞങ്ങൾക്ക് അറിവില്ല. പരാതി വരാൻ സാധ്യതയുണ്ട് എന്നൊരു ആ കുട്ടി വെളിപ്പെടുത്തിയതിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായി. എന്നുവെച്ചാൽ അവരുടെ ആ ടെക്നിക്കാണ്. അല്ലാതെ ഞങ്ങൾക്ക് ഈ പരാതി വരുന്നു എന്നുള്ള ഒരു വിഷയത്തിനെ കുറിച്ചേ അറിയില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾ നേരത്തെയും പറഞ്ഞു, 14-ാം തീയതി നടന്ന വാലന്റൈൻസ് ഡേ ആയിട്ട് ബന്ധപ്പെട്ട് ഏതോ ഒരു സീനിയർ എന്നാണ് ഞാൻ അപ്പോഴും വിചാരിച്ചിരുന്നത്. സീനിയർ പെൺകുട്ടികളുമായിട്ട് ഡാൻസ് കളിച്ചതിലുള്ള പ്രശ്നമാണ് ഈ വിഷയത്തിലേക്ക് എന്നാണ് ആദ്യ നാളുകളിൽ അവിടെ കോളേജ് മുഴുവൻ അറിഞ്ഞിരുന്നതും കോളേജിലെ നമുക്ക് വിശ്വസ്തപ്പെട്ടവർ അറിയിച്ചതും അത്തരത്തിലാണ്. ആ കുട്ടികളിൽ ആ കുട്ടിയോട് ഡാൻസ് കളിച്ചപ്പോൾ കൈയിൽ പിടിക്കുകയോ അങ്ങനെ എന്തോ ചെയ്തതിനുള്ള
സീനിയേഴ്സിനുള്ള രോഷവും സിദ്ധാർത്ഥൻ്റെ വളർച്ചയിൽ സിദ്ധാർത്ഥൻ പോയ ആ വർഷം ഫസ്റ്റ് ഇയറിൽ തന്നെ അവിടുത്തെ ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ് ആവുന്നു. അവൻ്റെ പെരുമാറ്റം വളരെ കീനായിരുന്നു. അതോടൊപ്പം അവൻ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യുന്നു. യൂണിവേഴ്സിറ്റി ഫോട്ടോഗ്രാഫർ ആകുന്നു, ഫ്രോഗർ ആകുന്നു, NSS വോളണ്ടിയർ ആകുന്നു. ഇത്തരത്തിൽ സകല മേഖലകളിൽ അവിടെ എന്ത് പരിപാടി വന്നാലും ഈ വാലന്റൈൻസ് ഡേ പോലും കണ്ടക്ട് ചെയ്തത് സിദ്ധാർത്ഥനാണ്. അപ്പോൾ അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും കണ്ടക്ട് ചെയ്യുകയും എല്ലാം ചെയ്യുന്നതിലും സീനിയറായ പെൺകുട്ടികളുടെ ഇടയിലുള്ള സ്വാധീനവും ആ കുട്ടികൾക്ക് യവനിലുള്ള സ്വീകാര്യതയും യവന് വളരെ ഇഷ്ടമുള്ള കുട്ടികളും ക്ലാസ്സിലുമുണ്ട്. അപ്പോൾ ഇതൊക്കെ യവൻ്റെ ബാച്ച്മേറ്റായ കുറച്ച് കുട്ടികൾക്ക് അരോസരപ്പെടുത്തുന്നുണ്ടായിരുന്നു. യവൻ്റെ ക്ലാസ്മേറ്റ് കൂടെ കിടക്കുന്നവന്മാർ കിടന്നുകൊണ്ട് ഈ കാര്യങ്ങളിൽ യവനെ എങ്ങനെയെങ്കിലും വകവരുത്തണമെന്ന് ഇവർ മനസ്സിൽ ചിന്തിക്കുന്നത് ആയ സിദ്ധാർത്ഥൻ ആരെയും സംശയിക്കാത്ത എല്ലാവർക്കും സഹായം ചെയ്യുന്ന സിദ്ധാർത്ഥൻ അതിനെക്കുറിച്ച് മനസ്സിലായില്ല. പക്ഷേ യവന്മാർ 5 പേരും ചേർന്ന് ഈ ഒരു ക്ലാസ്മേറ്റായ പെൺകുട്ടിയെയും കൂടെ ഉപയോഗിച്ച് ഒരു ഗൂഢാലോചന നടത്തി സീനിയറായ SFI നേതാക്കളുമായി സംസാരിച്ച് SFI നേതാക്കളുടെ നേതൃത്വത്തിൽ കൊടിയ പീഡനം, അതായത് റാഗിംഗ് നടത്തി, ഗൂഢാലോചനയും നടത്തി സിദ്ധാർത്ഥനെ കൊന്നു തള്ളുകയാണ് ചെയ്തത്. അത് ഞങ്ങൾക്ക് മനസ്സിലായത് ഇപ്പോൾ ഈ പരാതിയും കൂടെ വന്നപ്പോൾ കറക്റ്റാണ്. അത് ഇപ്പോഴും SFIക്കാർ ഇതിനെ ന്യായീകരിക്കുന്നു എന്നതാണ് സംസ്ഥാന നേതൃത്വം പോലും ഇപ്പോഴും പറയുന്നത്. ഹസ്ക കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? SFIയുടെ സംസ്ഥാന നേതൃത്വം പോലും ഇപ്പോൾ പറയുന്നത്, ആർഷോയൊക്കെ ഇപ്പോൾ പറയുന്നത്, ഞങ്ങൾ 4 പേർക്കെതിരെ നടപടിയെടുത്തു. അതിന് വലിയ മേനി നടിക്കുകയാണ് SFI. 4 പേർക്കെതിരെ നടപടിയെടുത്തത് കൊണ്ട് എന്താണ് പ്രയോജനം ശ്രീ ഹസ്കർ? SFIയുടെ വയനാട് ജില്ലാ കമ്മിറ്റിയുണ്ട്, അവർക്കിതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്. അവരിപ്പോഴും എന്താണ് ചെയ്യുന്നതെന്ന് അറിയാമോ? അവിടെ ഇരുന്ന് ഫാബ്രിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ തെളിവുകൾ ഈ പറയുന്ന ക്രിമിനലുകൾക്കെതിരെ, SFIയുടെ ക്രിമിനലുകൾക്കെതിരെ വരാതിരിക്കുന്നതിന് വേണ്ടി അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ സിദ്ധാർത്ഥൻ അങ്ങനെ ഒരു പീഡനമൊന്നും അവിടെ ഏറ്റിട്ടില്ല. വെള്ളം കുടിക്കാതിരുന്നിട്ടൊന്നുമില്ല, വെള്ളം കൊടുത്തിട്ടും കുടിച്ചില്ല, ആഹാരം കൊടുത്തിട്ടും കഴിച്ചില്ല എന്ന രീതിയിലുള്ള കള്ള വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് പറയുകയാണ്, പഠിപ്പിക്കുകയാണ് അവിടുത്തെ വിദ്യാർത്ഥികളെ. നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത് അഡ്വക്കേറ്റ് BN ഹസ്കർ? ഈ SFI എന്താണ് ഇങ്ങനെ തുടങ്ങുന്നത്? SFI ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. ഈ PM ആർഷ വന്നതിന് ശേഷമാണോ SFI ഇങ്ങനെയായി പോയത്? മഞ്ജുഷെ, SFIയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലും ഇന്ത്യയിലും ക്യാമ്പസിനുള്ളിലെ കലാപങ്ങൾക്കും ഇത്തരം റാഗിങ്ങിനുമെതിരെ എന്നും എല്ലാ കാലത്തും നിലപാടെടുത്തിട്ടുള്ളതാണ്. ഞാനൊരു പഴയ SFI പ്രവർത്തകൻ എന്ന നിലയിൽ ഏറ്റവും അഭിമാനത്തോടു കൂടിയും ആത്മാഭിമാനത്തോടു കൂടിയും പലപ്പോഴും ഓർത്തു പോകുന്നത് SFIയുടെ അത്തരം പ്രവർത്തികളെയാണ്. സ്വാഭാവികമായും ചില ഒറ്റപ്പെട്ട സമൂഹത്തിന്റെ എല്ലാം SFI ഒരു ജനകീയ വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ ധാരാളം ആളുകൾ SFIയിൽ അംഗത്വമെടുക്കുകയും പ്രവർത്തിക്കുകയും അതിന്റെ നേതൃനിരയിലേക്കൊക്കെ വരികയും ചെയ്യും. അപ്പോ അങ്ങനെ വരുന്ന ആളുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയിലെ വിദ്യാർത്ഥികളുടെ എല്ലാം മനസ്സിൽ ഇന്ത്യയുടെ ആശയും ആവേശവുമായി മാറിയിരുന്ന SFIയെ അങ്ങനെ നമുക്ക് തള്ളിപ്പറയാൻ ഈ ഒരു ഒറ്റപ്പെട്ട സംഭവം കൊണ്ട് കാണാൻ കഴിയില്ല. ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയാൻ ഞാൻ സമ്മതിക്കുകയില്ല ശ്രീ അസ്കർ. അങ്ങനെ പറയരുത്. മുഖ്യമന്ത്രി പറയണ പോലെ താങ്കൾ പറയരുത്. മുഖ്യമന്ത്രി എന്തായാലും ഈ വിഷയത്തിൽ വാ തുറന്നിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. മറ്റ് വിഷയങ്ങളിൽ മുഖ്യമന്ത്രി പറയുന്ന പോലെ ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയരുത്. താങ്കളോട് എനിക്ക് ബഹുമാനമുള്ളയാളാണ്, താങ്കൾ ന്യായീകരണ തൊഴിലാളിയായിട്ട് ഞാൻ കണക്കാക്കുന്നുമില്ല. പക്ഷേ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. സിദ്ധാർത്ഥിന് സംഭവിച്ചത് നിർഭാഗ്യകരമായിട്ടുള്ള ദുരന്തം തന്നെയാണ്. അവരുടെ കുടുംബത്തിനും അവനെ സ്നേഹിക്കുന്ന ആളുകൾക്കും അത് ഒരു തരത്തിലും താങ്ങാനാവുന്നതല്ല. എനിക്കും അതേ പ്രായത്തിലൊരു മകളുണ്ട്. സ്വാഭാവികമായും അതിന്റെ വേദന എനിക്ക് കൃത്യമായി ബോധ്യപ്പെടാൻ കഴിയും. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ ഒരു തരത്തിലും ഈ ക്രിമിനൽ സംഘത്തെ ന്യായീകരിക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. പക്ഷെ SFIയെ സാമാന്യവൽക്കരിച്ചുകൊണ്ട് SFI ഒരു ക്രൂര സംഘടനയാണ് അല്ലെങ്കിൽ തെമ്മാടികളുടെ കൂട്ടമാണ് എന്ന് പറയുന്നിടത്താണ് ഞങ്ങൾക്കൊക്കെ വേദന ഉണ്ടാകുന്നത്. കാരണം ഒരു തരത്തിൽ അതങ്ങനെ ഉണ്ടാവും, സ്വാഭാവികമാണ്. കാരണം താങ്കൾ പ്രവർത്തിച്ച സമയത്ത് SFI ഇങ്ങനെ ആയിരിക്കില്ല, അതുകൊണ്ടാണ് താങ്കൾ അങ്ങനെ പറയുന്നത്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, സമീപകാലത്ത് അങ്ങനെയല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തന്നെ SFIയുടെ സംസ്ഥാന നേതൃത്വം ഈ രീതിയിലാണോ പെരുമാറേണ്ടത്? ഇങ്ങനെ ഒരു വീഴ്ച കണ്ടാൽ ഈ രീതിയിലാണോ അതിൽ ഇടപെടേണ്ടത്? ഇങ്ങനെയാണോ അതിനകത്തെ നടപടി പോകേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വയനാട് ജില്ലാ കമ്മിറ്റിയുണ്ട്, അവരോട് ചോദിക്കണം ഇവിടെ എന്താണ് സംഭവിച്ചത്, നിങ്ങൾ അറിയുന്നില്ലേ എന്ന്. അത് ചോദിക്കാത്ത PM ആർഷയെ പിന്നെ എന്തിനാണ് ആ സ്ഥാനത്ത് വെച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ചർച്ചകൾ പോകേണ്ടത് ആ വഴിക്കാണ്. ഈ ആർഷോ എന്ന് പറയുന്നയാൾ
ആർഷോ എന്ന് പറയുന്നയാൾ വന്നതിന് ശേഷം, ഇതിന് മുൻപുണ്ടായിരുന്ന ബിജിനൊക്കെ ഇരുന്ന സമയത്ത് ഇങ്ങനെ കേട്ടിട്ടില്ല, ഇങ്ങനെയുള്ള ചീത്തപ്പേര് കേൾപ്പിച്ചിട്ടില്ല. ഈ ആർഷോ വന്നതിന് ശേഷം ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ കയറൂരി വിട്ടിരിക്കുകയാണ് SFIയെ. CPM-ന് പോലും ഈ SFIയിൽ ഒരു നിയന്ത്രണവും ഇല്ല എന്നാണോ? MV ഗോവിന്ദൻ മാഷ്ക്ക് ഒരു നിയന്ത്രണവും ഇല്ലേ ഈ SFI എന്ന സംഘടനയിൽ? അദ്ദേഹത്തിന്റെ മുട്ടുപിറയ്ക്കുകയാണോ SFI എന്ന് കേൾക്കുമ്പോൾ? മഞ്ജുഷ, ഒരു അല്പസമയം കൂടി ഇക്കാര്യത്തിൽ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. കാരണം SFIയുടെ നടപടികളെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. നിശ്ചയമായും വയനാട് ജില്ലാ കമ്മിറ്റി അടിയന്തരമായി വിളിച്ചു ചേർത്ത് സംസ്ഥാന നേതൃത്വം ഇക്കാര്യത്തിൽ അതിന്റെ കുറ്റക്കാർക്കെതിരെ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ള ഏതൊരു യൂണിറ്റ് കമ്മിറ്റിയിലും അതിന് ഉത്തരവാദിത്തമുള്ള ആളുകളുണ്ട്. ആ യൂണിറ്റ് കമ്മിറ്റിയുടെ ചുമതല ഒരുപക്ഷെ വയനാട് ജില്ലാ സെക്രട്ടേറിയറ്റിലെ ആർക്കെങ്കിലും ആയിരിക്കും. അപ്പൊ സ്വാഭാവികമായും ആ വയനാട് ജില്ലാ കമ്മിറ്റി അടക്കം പിരിച്ചുവിടുന്ന തരത്തിലേക്ക് സംഘടനാ നടപടിയിലേക്ക് പോകും. പക്ഷേ ഇപ്പോൾ അവർ മറ്റൊരു ദൗത്യത്തിലാണ് ഈ പറയുന്ന വയനാട് ജില്ലാ കമ്മിറ്റി. എന്താണ് ദൗത്യം? ഈ കുട്ടികളെ കൊണ്ട് മൊഴി കൊടുപ്പിക്കാതിരിക്കാനുള്ള. അല്ലാതെ താങ്കൾക്ക് പറയാൻ കഴിയുമോ? നേരിട്ടറിയാവുന്ന ഒരു വ്യക്തി ഇവിടെ ഇരിപ്പുണ്ട്, ഷിബു. ഈ ഷിബു ആണ് ഈ അന്വേഷണം ഈ കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവന്നത്. അദ്ദേഹം ഇവരുടെ കുടുംബത്തിന് വേണ്ടി നടത്തിയ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഇത്രയും വിവരങ്ങൾ ഇവിടെ പുറത്തു വന്നത്. ആ അച്ഛന്റെ പോരാട്ടമാണ്, ജയപ്രകാശിന്റെ പോരാട്ടം. അതല്ലാതെ ഒരു പോലീസുകാരന്റെയും പോരാട്ടം ഇതിന് പിന്നിലില്ല. രഹസ്യ വിവരം കൊടുത്ത ചില വിദ്യാർത്ഥികൾ അവരിപ്പോഴും പേടിച്ച് കഴിയുന്നുണ്ട്. ഇപ്പോൾ വിദ്യാർത്ഥികളെ പൊട്ടന്മാരാക്കി കൊണ്ടുവന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ നാടകം കളിക്കുകയാണ്. അതിന് നിയോഗിക്കപ്പെട്ടവരാണ് SFIയുടെ വയനാട് ജില്ലാ കമ്മിറ്റിക്കാർ. അതുകൊണ്ട് അവർക്കെതിരെയൊന്നും ആർഷോയുടെ കൈ പൊങ്ങില്ല. ശ്രീ ജിൻഡോ, ഇപ്പോൾ കാണുന്ന പുതിയ കാര്യമാണ് കേട്ടോ. ഈ കുട്ടികൾ മൊഴി കൊടുക്കാതിരിക്കാൻ വേണ്ടി കുറെ നാടകം കാണിക്കുന്നുണ്ട്. കാരണം അവിടെ ഒന്നും നടന്നിട്ടില്ല എന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് പറയിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നടക്കില്ല ഇത്. ആളുകൾക്കറിയാം എന്താണ് സംഭവിച്ചത് എന്ന്. അല്ല മഞ്ജുഷേ, ഇതിലെ ഏറ്റവും വലിയ ദുര്യോഗം എന്താണെന്നറിയോ? ഇപ്പോൾ അല്പം മുമ്പ് സംസാരിച്ച അഡ്വക്കേറ്റ് BN ഹസ്കർ പറഞ്ഞില്ലേ, കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് ഇതൊരു നിർഭാഗ്യകരമായ സംഭവമായിപ്പോയെന്ന്. ആർക്കാണ് ഹസ്കറെ നിർഭാഗ്യകരം? ഈ സിദ്ധാർത്ഥൻ്റെ കുടുംബത്തിന് മാത്രമല്ലേ അത് നിർഭാഗ്യകരമായി പോയുള്ളൂ. ആ കുടുംബത്തിൻ്റെ ഭാഗ്യം, ആ കുടുംബത്തിൻ്റെ ഭാവി സ്വപ്നങ്ങൾ, ആ കുടുംബത്തിൻ്റെ മകനെക്കുറിച്ചുള്ള സ്വപ്നങ്ങളൊക്കെയാണ് ഇല്ലാതാക്കപ്പെട്ടത്. SFIക്ക് ഇത് നിർഭാഗ്യകരമായി തോന്നുന്നുണ്ടോ? എങ്കിൽ SFIയുടെ വയനാട് ജില്ലാ കമ്മിറ്റി എന്തുകൊണ്ട് സമരം ചെയ്യുന്നില്ല? ഇതിലെ നരാധമന്മാരായിട്ടുള്ള കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് DYFI എന്തുകൊണ്ട് സമരം ചെയ്യുന്നില്ല? SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആർഷോ അദ്ദേഹം ഈ വിഷയത്തിൽ എന്തുകൊണ്ട് ആ കോളേജിൽ സമരം ചെയ്യുന്നില്ല? ഇപ്പോൾ അവിടുത്തെ വിദ്യാർത്ഥികളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അറിവനുസരിച്ചിട്ട് അദ്ദേഹം നമുക്ക് മനസ്സിലാകുന്നത് കോളേജിലെ 130 വിദ്യാർത്ഥികളുടെ മുമ്പിൽ വെച്ച് വിചാരണ നടത്തി കൊന്നു എന്നുള്ള രീതി തന്നെയാണ്. ഇനി അവിടെ കുറെ വിദ്യാർത്ഥികളെ കൊണ്ട് നിങ്ങൾ ഇനി മാറ്റി പറയിപ്പിച്ച് ഇത് ഇല്ലാതെയാകുമോ? SFIയുടെ എല്ലാ ശ്രമങ്ങളും അവിടെ മറ്റൊരു വിദ്യാർത്ഥി സംഘടനകൾക്കും ശബ്ദിക്കാൻ പോലും അവസരമില്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു കിരാതമായിട്ടുള്ള നടപടി നടന്നപ്പോൾ ഒറ്റപ്പെട്ടത് എന്ന് പറയുന്നു. ഇത് ഒറ്റപ്പെട്ടതല്ല അസ്കറെ. ഒരു പക്ഷെ താങ്കൾ പഠിച്ച കോളേജിലെ SFIക്കാർ ഇങ്ങനെ ആയിരുന്നില്ലായിരിക്കാം. പക്ഷെ ഞങ്ങളൊക്കെ കണ്ടിട്ടുള്ള SFI, ഞങ്ങൾ ഇടപെട്ടിട്ടുള്ള SFIയുടെ പ്രവർത്തനം ക്യാമ്പസുകളിൽ ഇതേ രീതിയിൽ തന്നെയായിരുന്നു. 2 ആഴ്ചയ്ക്ക് മുമ്പാണ് എറണാകുളം മഹാരാജാസ് കോളേജിലെ KSU പ്രവർത്തകരുടെ ഹോസ്റ്റലിലെ റൂമുകളിൽ കയറി KSU പ്രവർത്തകരുടെ സാധന സാമഗ്രികളും പഠനോപകരണങ്ങളും മുഴുവൻ കത്തിച്ച് നശിപ്പിച്ചത് SFI പ്രവർത്തകർ. കോളേജിൽ പരാതി കൊടുത്തു, പോലീസിൽ പരാതി കൊടുത്തു, ഒരു നടപടിയും സ്വീകരിച്ചില്ല. ഇതിങ്ങനെ നിരന്തരം നടക്കുന്നുണ്ട്. SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആർഷോ തന്നെ കൂടെ ഇരുന്ന് പഠിച്ച സഹപാഠിയെ തട്ടിക്കൊണ്ടുപോയി ഹോസ്റ്റൽ മുറിയിലെ ജനലിൽ കെട്ടിയിട്ട് തല്ലിക്കൊല്ലാൻ നോക്കിയ കേസിലെ പ്രതിയാ. നിമിഷ രാജു എന്ന് പറഞ്ഞ് പെൺകുട്ടിയുടെ പുറത്ത് ചവിട്ടി അസഭ്യം പറഞ്ഞ് തന്തയില്ലാത്ത മക്കളെ പ്രസവിക്കുമെന്നൊക്കെ പറഞ്ഞ് തെറി പറഞ്ഞ ആളാണ് SFIയുടെ സംസ്ഥാന സെക്രട്ടറി. എന്നിട്ട് നിങ്ങൾ ഇതൊന്നും അറിയാതെ ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയാം. കേരളത്തിലെ മുഴുവൻ ക്യാമ്പസുകളിലും ഹസ്ഗറും ഈ ചാനലിലെ അവതാരകനായിട്ടുള്ള മഞ്ജുഷും ഞാനും കൂടി നമുക്കൊന്ന് ഒരു യാത്ര നടത്തിയാലോ? എത്ര ക്യാമ്പസിൽ സ്വതന്ത്രമായിട്ട് വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ SFIക്കാരെ അനുവദിക്കുന്നുണ്ട്? ഒരാൾക്ക് എതിർത്തൊരു ബാനർ കെട്ടാൻ പറ്റുമോ? ഒരു പോസ്റ്റർ വയ്ക്കാൻ പറ്റുമോ? ഇതൊന്നുമില്ല. എന്നിട്ട് നിങ്ങൾ ഇതൊന്നും കാണാതെ വലിയ ഉന്നതമായിട്ടുള്ള ജനാധിപത്യ ബോധം പുലർത്തുന്നവരാണ് SFIക്കാരെന്ന് നിങ്ങൾ പറയുന്നു. രണ്ടാമത്തത്, ഇവിടെ മഞ്ജുഷി ചോദിച്ചൊരു ചോദ്യമുണ്ട്. SFIക്കാർ അവിടെ നിന്ന് ഈ കുട്ടികളെ ബ്രെയിൻ വാഷ് ചെയ്ത് ഭീഷണിപ്പെടുത്തി പാർട്ടി ഇടപെടലുകളിലൂടെ കോളേജിലെ അധ്യാപകരുടെയും അനധ്യാപകരുടെയും ഒക്കെ ഇടപെടലുകളിലൂടെ ഇതിനെതിരായിട്ട് മൊഴി കൊടുക്കും. നമ്മൾ കണ്ടില്ലേ, ഈ സിദ്ധാർത്ഥനെ മർദ്ദിച്ച് കൊന്നതിന് ശേഷം 18-ാം തീയതി ഒരു പെൺകുട്ടി പരാതി കൊടുത്തിരിക്കുക സിദ്ധാർത്ഥനെതിരെ.
ഞങ്ങൾ കണ്ടിട്ടുണ്ട് SFIക്കാർ നിരവധി കോളേജുകളിൽ ഇത് തന്നെ ചെയ്യുന്നത്. SFIക്കെതിരെ ആരെങ്കിലും അക്രമത്തിനെതിരെ പരാതി കൊടുത്താൽ, ഗുരുതര അക്രമം നേരിടുന്ന മറ്റ് വിദ്യാർത്ഥി സംഘടനകളിൽപ്പെട്ട ആളുകളായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ, അക്രമത്തിനെതിരെ പരാതി കൊടുത്താൽ അപ്പോൾ ഇവരെടുക്കുന്ന ഒരു കാർഡുണ്ട്, പെൺകുട്ടികളെ ശല്യം ചെയ്തു അതുകൊണ്ട് ചോദ്യം ചെയ്തതാണെന്ന്. പെൺകുട്ടികളെ ശല്യം ചെയ്തത് ചോദ്യം ചെയ്യാൻ കേരളത്തിൽ പോലീസുണ്ട് അഷ്കറെ, അല്ലേ? പോലീസിനല്ലേ പരാതി കൊടുക്കണ്ടേ? നിങ്ങളുടെ ഈ SFIയുടെ കുറെ പെൺകുട്ടികളുണ്ട്, കൂലി പരാതിക്കാര്, അവരാണ് പരാതി കൊടുക്കുന്നത്. മരിച്ചുപോയ സിദ്ധാർത്ഥനെതിരെ പീഡന പരാതി കൊടുത്ത ആ SFIക്കാരിയെ കൂടി ഞങ്ങൾക്ക് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കാണണം. ആരാണ് ആ പരാതിക്കാരി എന്ന്? എല്ലാ ക്യാമ്പസിലും ഇതുപോലത്തെ SFIയുടെ കുറെ പെൺകുട്ടികളുണ്ട് ഇങ്ങനെ വ്യാജ പരാതി കൊടുക്കാൻ വേണ്ടി നടക്കുന്നത്. മരണപ്പെട്ട സിദ്ധാർത്ഥന്റെ മരണസ്ഥലത്തേക്ക് പോലീസ് എത്തുന്നതിന് മുമ്പ് ആ മരണപ്പെട്ട സിദ്ധാർത്ഥന്റെ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് ഡീൻ എന്തിനാ തിടുക്കപ്പെട്ട് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയത്? അവിടെ തെളിവുകൾ നശിപ്പിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ ഗുരുതരമായി സംശയിക്കുന്നു. ആ സംശയത്തിന് അടിസ്ഥാനമില്ലേ? ഈ ഡീൻ ഉൾപ്പെടെയുള്ള ഹോസ്റ്റലിലെ വാർഡൻ ഉൾപ്പെടെയുള്ള അസിസ്റ്റന്റ് വാർഡൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളെ പ്രതിയേർത്ത് അന്വേഷിക്കണം. അവരെ മാറ്റി നിർത്തണം, അവരെ പിരിച്ചുവിടണം. ആ കുട്ടികൾക്ക് അവിടെ ജീവന് സംരക്ഷണം കൊടുക്കാൻ പറ്റാത്ത എന്ത് ഡീൻ, എന്ത് ഹോസ്റ്റൽ വാർഡൻ, ഇവരാരും അറിഞ്ഞില്ലേ? 3 ദിവസക്കാലം ഒരു ചെറുപ്പക്കാരനെ വിചാരണ നടത്തി കൊല്ലാക്കൊല ചെയ്ത് കൊന്ന് കെട്ടിത്തൂക്കിയിട്ട് 3 ദിവസക്കാലം ജലപാനം പോലും ഇല്ലാതെ ആ ചെറുപ്പക്കാരനെ മുറിയിൽ അടച്ചിട്ടിട്ട്, ഭക്ഷണം കൊടുക്കാതെ അടച്ചിട്ടിട്ട്, നിങ്ങൾ ഗാസ മുനമ്പിനെ കുറിച്ചിട്ട് പരാതി പറയും മറ്റൊരു സംഘടന വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഈ വൈസ് ചാൻസലർ ഹരീന്ദ്രനാഥ്, അദ്ദേഹത്തിന്റെ പേര് ശശീന്ദ്രനാഥ്, അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുകയുണ്ടായി. അദ്ദേഹം ആ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഞാൻ ഒപ്പിടാനിരിക്കുകയായിരുന്നു. എന്ത് കാര്യത്തിന്? ഈ ഡീനിനെയും അതുപോലെ തന്നെ ഏതോ അസിസ്റ്റന്റ് വാർഡനെയും സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ആ ഒരു ഓർഡറിൽ ഒപ്പുവെക്കാനിരിക്കുമ്പോഴാണ് എന്നെ സസ്പെൻഡ് ചെയ്തു എന്നുള്ള ഓർഡർ വന്നത് ചാൻസലറിൽ നിന്ന്. അതുകൊണ്ട് ഞാൻ അതെടുത്ത് മാറ്റിവെച്ചുവെന്ന്. ഇങ്ങനെയുള്ള വൈസ് ചാൻസലർമാരാണ് യൂണിവേഴ്സിറ്റികളുടെ തലപ്പത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും നാൾ ഈ വൈസ് ചാൻസലർ എന്ത് ചെയ്യുകയായിരുന്നു? ചാൻസലറായ ഗവർണർ എന്ന് പറയുകയാണ് ഇന്നലെയാണ് ഒരു റിപ്പോർട്ട് കൊണ്ട് അങ്ങോട്ട് രാജ്ഭവനിലേക്ക് അയച്ചു തന്നത്, ഇതുവരെ ഒരു കാര്യവും തന്നെ അറിയിച്ചിട്ടില്ല എന്ന്. അപ്പോൾ ഈ ഡീനിന്റെ കാര്യവും ഈ അസിസ്റ്റന്റ് വാർഡന്റെ കാര്യവുമൊന്നും ഈ വൈസ് ചാൻസലർ അറിഞ്ഞിട്ടില്ല എന്നാണോ അങ്ങനെ കരുതണോ നമ്മൾ? മഞ്ജുഷെ, വൈസ് ചാൻസലർ പറഞ്ഞത് വിശ്വസനീയമാണെങ്കിൽ അത് നമ്മൾ വിശ്വാസത്തിലെടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ ആദ്യം പുറത്താക്കണം. പറ്റുമെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹം തെരുവ് പട്ടികളെ, അതായത് പേ പിടിച്ച നായ്ക്കളെ എങ്ങനെ കൈകാര്യം ചെയ്യും അതുപോലെ തന്നെ കൈകാര്യം ചെയ്യണം. ഇത്രയും സംഭവങ്ങൾ നടന്നിട്ട് അതൊന്നും അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ഇവനൊക്കെ എന്തിനാ ശമ്പളവും വാങ്ങി അവിടെ കുത്തിയിരിക്കുന്നത്? ആ കസേരയ്ക്ക് തീയിടാൻ ആദ്യം SFIക്കാർ നടക്കണ്ടേ? ഏതെങ്കിലും കോളേജിലെ ഈ പ്രിൻസിപ്പൽമാരുടെ കസേര കത്തിക്കാൻ നടക്കുന്ന SFIയിൽ ഒരു ആർജവമുള്ള ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ വൈസ് ചാൻസലറെയാണ് നേരിടേണ്ടത്. നിങ്ങൾ ഈ SFI വലിയ വിദ്യാർത്ഥി സംഘടനയാണ്, ജനാധിപത്യ ബോധമുള്ള സംഘടനയാണെന്ന് പറയുന്നില്ലേ? അതിലൊന്നും മാനവികത അല്പമെങ്കിലുള്ള ഒരു വിദ്യാർത്ഥിയെങ്കിലും അവശേഷിക്കുന്നുണ്ടോ? ഈ പൂക്കോട് കോളേജിൽ SFI മാത്രമല്ലേ ഉള്ളൂ? വേറെ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടനയുണ്ടോ? അവിടുത്തെ ഡീന്റെ ഭാഗത്തുനിന്ന്, അവിടുത്തെ ഹോസ്റ്റലിലെ അസിസ്റ്റന്റ് വാർഡന്റെ ഭാഗത്തു നിന്ന്, അവിടുത്തെ അധ്യാപകരും അനധ്യാപകരും ഒക്കെ കൂട്ടുനിന്ന് തെളിവ് നശിപ്പിച്ച ഒരു കൊലപാതകമാണ് അല്ലേ? എന്നിട്ട് SFIയുടെ കുട്ടികളുടെ മാത്രം തലയിൽ കെട്ടിവെക്കാതെ അവർ കുറ്റത്തിൽ നേരിട്ട് പങ്കെടുത്തപ്പോൾ ഈ കുറ്റം ഒളിച്ചു വെക്കാനും തെളിവ് നശിപ്പിക്കാനും എല്ലാ ഒത്താശയും ചെയ്ത ഡീൻ അടക്കമുള്ള ആളുകളെ മാറ്റി നിർത്തേണ്ട കാര്യം ഒപ്പിടാൻ വേണ്ടിയിട്ട് ഈ വൈസ് ചാൻസലർ ഇത്രയും ദിവസം കാത്തിരുന്നെന്താ? ഇത്രയും ദിവസമാണോ ഈ ഫോണൊക്കെ നടപ്പാക്കിയ വിജ്ഞാന വിസ്ഫോടനം നടപ്പിലാകുന്ന ഈ കേരളത്തിലെ വൈസ് ചാൻസലർക്ക് ഒരു കോളേജിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കാൻ എന്തിന് ഇത്ര കാലതാമസം? ആ സിദ്ധാർത്ഥിനെതിരെയുള്ള പരാതി ഞായറാഴ്ച ദിവസം പരാതി വാങ്ങി, പിന്നെ മരണപ്പെട്ടതിന് ശേഷം പരാതിയിൽ ഒപ്പിട്ട് പരാതി ഫോർവേഡ് ചെയ്ത് എന്തൊക്കെ ഇടപാടുകൾ കൂടി നടത്തി. അത്രയും തിരക്കൊന്നും വേണ്ടല്ലോ. അത്രയും അതിന്റെ 4-1 ആർജവവും താല്പര്യവും പോരെ ഈ സിദ്ധാർത്ഥിനെതിരെ ഉള്ള ഈ കൊലപാതക കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള തെളിവ് നശിപ്പിച്ചിട്ടുള്ള ഡീനെ ഒന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട്? വൈസ് ചാൻസലറെ പുറത്താക്കിയ നടപടി മന്ത്രി അംഗീകരിച്ചിട്ടില്ലെന്ന്. മന്ത്രിയുടെ അംഗീകാരം ആർക്ക് വേണം? ഈ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിന്റെ ഉത്തരവാദികളാണെന്ന്. കേരളത്തിൽ ഇത്തരം ക്യാമ്പസുകളിൽ ഈ തോന്നിവാസം നടത്തുന്ന, പേക്കൂത്ത് നടത്തുന്ന ഇത്തരം വിദ്യാർത്ഥി സംഘടനയെ നിരോധിക്കേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളല്ലേ? ഇവരുടെ എല്ലാം മൂക്കിന്റെ മുമ്പിലല്ലേ ഇതൊക്കെ നടക്കുന്നത്? ഇവരുടെയൊക്കെ മൂക്കിന്റെ തുമ്പിലല്ലേ? ഇവർ കൊന്നതും ഇവർക്ക് വേണ്ടിയിട്ട് കൊല്ലപ്പെട്ടവരുമായിട്ടുള്ള എത്ര കുടുംബങ്ങൾ അനാഥമാക്കിയിട്ടുണ്ട് ഇവർ അഭിമന്യുവിന്റെ പേരിൽ അഭിമാനിക്കുന്ന ഒരു പാർട്ടിയാ, വിദ്യാർത്ഥി സംഘടനയാ. അഭിമന്യുവിന്റെ പേരിൽ പാർട്ടിക്ക് വേണ്ടിയിട്ട് കൊമേഴ്സ്യൽ ബിൽഡിംഗ് കെട്ടി ആ ചെറുപ്പക്കാരന്റെ പേരിൽ ഫണ്ട് പിരിവും ബക്കറ്റ് പിരിവും നടത്തിയിട്ട് വീട്ടുകാർക്ക് ഒരു വീട് വെച്ചു കൊടുത്തിട്ട് ഇവരുടെ ഉത്തരവാദിത്തം നിർത്തി. ബാക്കി മുഴുവൻ പാർട്ടി ഫണ്ടിലേക്ക് ആസ്തി കൂട്ടാൻ വേണ്ടിയിട്ട് ഇവർ നടത്തിയത്. ഇവർക്ക് രക്തസാക്ഷികളെ കിട്ടുമ്പോൾ അലങ്കാരമാണ്. ഇപ്പോ സിദ്ധാർത്ഥന് വേണ്ടിയിട്ട് സിദ്ധാർത്ഥന്റെ കൊലപാതകികളെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് DYFIയും CPM ഒക്കെ ബ്രാഞ്ച് കമ്മിറ്റി ബാനർ വെക്കുന്നത് നമ്മൾ കണ്ടില്ലേ?
പത്രത്തിലും സോഷ്യൽ മീഡിയയിലൊക്കെ അത് കണ്ടില്ലേ? ഭയങ്കരമായി രക്തസാക്ഷിയാക്കി മാറ്റുകയാണ്, സ്വന്തം രക്തസാക്ഷിയാക്കി. അത് ഷിബു പറയും. ഷിബു, എന്താണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ? ഇപ്പോൾ ആ ബാനർ അവിടെ നിന്ന് എടുത്ത് മാറ്റാൻ നിങ്ങൾ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഇന്ന് രാവിലെ ആ ബാനർ അവിടെ കാണുന്നില്ലല്ലോ. എന്താണ് ഈ CPM-ഉം DYFI-യും അതിലൂടെ ഉദ്ദേശിച്ചത്? സിദ്ധാർത്ഥന് അവിടെ SFI-യിൽ മെമ്പർഷിപ്പ് ഉണ്ട് എന്നാണ് ഞാനിപ്പോൾ ചാനലുകളിലൂടെയാണ് അത് അറിയുന്നത്. കുറേ ഫോട്ടോകളൊക്കെ പ്രചരിക്കുന്നുണ്ട്. സിദ്ധാർത്ഥനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് ഇയറിൽ അവന് ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ് ആയെങ്കിലും സെക്കൻഡ് ഇയർ ആയപ്പോൾ ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ് ആവുന്നെങ്കിൽ നമ്മൾ മിക്കവാറും അവർ ആ സംഘടനയിലെ ഒരു മെമ്പറും കൂടെ ആയിരിക്കണം. ഒരു SFI യൂണിറ്റിൻ്റെ മെമ്പർഷിപ്പ് എടുത്തിരിക്കണം. SFI മാത്രമല്ലേ അവിടെ ഉള്ളൂ? അവിടെ അതേ ഉള്ളൂ, ഒന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതിലേക്ക് വേണ്ടി പുള്ളി അച്ഛനോട് ചോദിക്കുന്നു. ഞാൻ വെറുതെ ഇങ്ങനെ എല്ലാം തമാശയായിട്ടാണ്, ഒരു സീരിയസ്നെസ് അല്ലേ. ഇങ്ങനെ കളിക്കുമ്പോൾ ഞാൻ ഈ SFI യൂണിറ്റിൽ ചേർന്നാലോ ചേരണം എന്ന് അവർ പറയുന്നു, ഇതായിട്ട് ഇരിക്കണം, ഞാൻ എന്ത് ചെയ്യും? അപ്പം അവൻ്റെ അച്ഛൻ പറഞ്ഞു, എനിക്കൊരു പാർട്ടി ഇപ്പം ഇതിലില്ല, പാർട്ടിയുടെ ചിന്തയില്ല, പ്രവർത്തനമല്ല, നമ്മൾ സ്വതന്ത്ര ചിന്താഗതിക്കാരാണ്. അപ്പോൾ ഏതാണോ നല്ലത് അതിനോടൊപ്പം നിൽക്കുന്നു. നിനക്ക് നിൻ്റെ വ്യക്തിപരമായ തീരുമാനം എടുക്കാം, നീ ഏത് ചിന്തിക്കുന്നു നിൻ്റേതായ തീരുമാനത്തിൽ പോകുന്നു. അപ്പം പറഞ്ഞു, എനിക്കിപ്പോൾ സമയക്കുറവുണ്ട്, എനിക്ക് താല്പര്യമില്ല, ഞാൻ അതുകൊണ്ട് അത് ഏറ്റെടുക്കുന്നുമില്ല, ഞാൻ മെമ്പറും ആവുന്നില്ല, തൽക്കാലം ഞാൻ ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ് ആവുന്നില്ല. അങ്ങനെ സിദ്ധാർത്ഥൻ ഒരു പാർട്ടിയിലെയും അവിടുത്തെ ഏതൊരു പാർട്ടിയുടെയും മെമ്പറല്ല, ഒരു അംഗീകൃത മെമ്പർഷിപ്പ് ഇല്ല. ബോർഡ് വെച്ചപ്പോൾ SFI പ്രവർത്തകനാക്കി മാറ്റി. അപ്പം അവരത്തെ നമ്മൾ ആ ഏരിയയിലെ ലോക്കൽക്കാർ അതൊരു SFI പ്രവർത്തകനാണെന്ന് പറഞ്ഞ് ബോർഡ് വെച്ചു. കാരണം നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ട ആ ഫോട്ടോ ആയിരിക്കണം. ആ ഫോട്ടോയുടെ കാര്യം നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. ഞാനും കോളേജുകളിലൊക്കെ പഠിച്ചിരുന്നു. ഞങ്ങളുടെ അടുത്ത് ഇപ്പം പറയും, 3ാമത്തെ പീരീഡ് ഇന്നൊരു മീറ്റിംഗ് ഉണ്ട്, എല്ലാവരും വന്ന് ഫ്രണ്ടിൽ നിൽക്കണമെന്ന് പറയും. ഞങ്ങൾ മാറി നിന്ന് കഴിഞ്ഞാൽ നാളെ പിറ്റേന്ന് ക്ലാസ്സിൽ പോകുമ്പോഴുള്ള അവസ്ഥ ഞാൻ പറയേണ്ടതില്ലല്ലോ. അപ്പം ഞാനും സ്വാഭാവികമായിട്ട് അവിടെ ചെന്ന് നിന്നിട്ടുണ്ട്. ഏത് ഗ്രൂപ്പ് പറയും 2ാമത്തെ പീരീഡ് ഇത്ര മണിക്ക് ഇന്നടുത്ത് വരണം, ചെന്ന് നിൽക്കാറുണ്ട്. ആ ഫോട്ടോ എടുത്തിട്ട് ഞാനൊരു പ്രവർത്തകനാണെന്ന് പറഞ്ഞാൽ ഇത് ആര് വിശ്വസിക്കും? ഇത്തരത്തിൽ ആരെങ്കിലും ആ കാര്യങ്ങൾ വിശ്വസിക്കും? എല്ലാ കോളേജുകളിലും എല്ലാ സ്ഥാപനങ്ങളിലും ഇത്തരത്തിലാണ് ആളുകൾ ചെന്ന് ഒരു യോഗ ആകുമ്പോൾ സൈഡിലോ എവിടെയെങ്കിലും കയറി അങ്ങ് നിൽക്കും. ആ ഫോട്ടോ എടുത്തിട്ട് അത് പ്രവർത്തകനാണെന്ന് പറയുന്നതിൽ എനിക്ക് അത് ചിന്തിക്കാൻ പോലും പറ്റാത്ത ചിരിയാണ് വരുന്നത്. അങ്ങനെ ശരി, അഡ്വക്കേറ്റ് ഹസ്കർ, വളരെ തരം താഴ്ന്ന ഒരു പ്രവൃത്തിയാണ് അത്. CPM ആണ് ഇത് ചെയ്യുന്നത്. CPM-ഉം DYFI-യും ചേർന്നാണ് ഇങ്ങനെ ഒരു ഫ്ലെക്സ് ബോർഡ് വെച്ചത്, അതും അവരുടെ വീടിന്റെ തൊട്ടടുത്ത്. അവർക്ക് എത്രമാത്രം സങ്കടമുണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് പോലും ഈ പാർട്ടിയും സംഘടനയും മറന്നു പോവുകയാണോ? ഇത്രമാത്രം തരം താഴാൻ എന്ത് സംഭവിച്ചു? ഞാൻ മനസ്സിലാക്കുന്നത്, ഇന്ന് ഞാൻ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കണ്ടത്, സിദ്ധാർത്ഥ് SFI-യുടെ കൊടി പിടിച്ച് നിൽക്കുന്ന ഒരു ചിത്രം ഞാൻ കാണുകയുണ്ടായി. അപ്പോൾ സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, പൂക്കോട്ട് ക്യാമ്പസിലെ സിദ്ധാർത്ഥും SFI-യുടെ പ്രവർത്തകൻ തന്നെയായിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ. നമുക്കിപ്പം സിദ്ധാർത്ഥിനോട് ചോദിച്ച് മനസ്സിലാക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. ഷിബുവിനറിയാം, ഷിബു അതിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ എന്റെ കാര്യം, ഞാൻ കോളേജിൽ പഠിച്ച കഥ, അതുകൊണ്ടാണ് അങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞത്. അതിനുള്ള മറുപടിയാണ് പറഞ്ഞത്. സിദ്ധാർത്ഥിന്റെ അമ്മാവനാണ്, ഒരു കൂട്ടുകാരെ പോലെയായിരുന്നു. ഞാൻ ഷിബുവിനോട് കൂടിയാണ് പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് സിദ്ധാർത്ഥ് അവിടുത്തെ SFI പ്രവർത്തകൻ തന്നെയായിരുന്നു എന്ന് തന്നെ. എന്നതുകൊണ്ട് സിദ്ധാർത്ഥിന് ഇത്തരം ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ആ ദുരന്തത്തോടൊപ്പം സിദ്ധാർത്ഥ് ഇനി SFI പ്രവർത്തകനല്ലായിരുന്നു എങ്കിൽ പോലും ഞങ്ങളൊക്കെ സിദ്ധാർത്ഥിനൊപ്പം തന്നെയാണ്, ഒരു സംശയം വേണ്ട. കാരണം ഒരിക്കലും ഈ ക്രിമിനൽ സംഘത്തെ ന്യായീകരിക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. മാത്രമല്ല, ഇപ്പോ ജിൻഡോക്ക് വാശി പിടിക്കുന്നത്, കോൺഗ്രസ് ആഗ്രഹിക്കുന്നതും ഇതിലൂടെ എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യം നേടിയെടുക്കാം എന്നുള്ളതാണ്. ആ രാഷ്ട്രീയ ലക്ഷ്യത്തിലേക്കാണ്. നമുക്കറിയാമല്ലോ, 1970-കളിലെ കേരളത്തിലെ ക്യാമ്പസുകളെ കൊലക്കളമാക്കി മാറ്റിയത് ആരായിരുന്നു? KSU എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയാണ്. അന്ന് ആ KSUവിന്റെ കൊലക്കളമായിരുന്ന ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്തുന്നതിന് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല പല ക്യാമ്പസുകളിലും. ആ ക്യാമ്പസുകളിൽ നിന്നാണ് SFI എന്ന് പറയുന്ന ത്യാഗോജ്വലമായ പ്രവർത്തനത്തിലൂടെയാണ് SFI കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇങ്ങനെ വേരുപിടിക്കാൻ. ഇപ്പോ ആർഷോ പോലുള്ള ഒരു ചുണക്കുട്ടിയായ ഒരു ചെറുപ്പക്കാരൻ SFI-യുടെ സംസ്ഥാന ഭാരവാഹിത്വം വരുമ്പോൾ ജിൻഡോ പറയുന്നത് എന്താ? ജിൻഡോ കണ്ടതുപോലല്ലേ പറയുന്ന നിമിഷ രാജുവിനെ തെറി വിളിച്ചതും ഒക്കെ ചുണക്കുട്ടിയൊന്നും പറയാതെ. ചുണക്കുട്ടിയാണെങ്കിൽ ഇങ്ങനെയാണോ പെരുമാറുന്നത്? ചുണക്കുട്ടിയാണെങ്കിൽ ഈ രീതിയിലാണോ ഇടപെടുന്നത്?
സ്വന്തം സംഘടന ആർഷോയുടെ ഭാഗത്ത് സംഘടനയിൽപ്പെട്ട ആർഷോയുടെ നേതാക്കൾ ഈ ഘട്ടത്തിൽ സ്വന്തം സംഘടനയിൽപ്പെട്ട നേതാക്കൾ ഒരു നിരപരാധിയായ ഒരു പയ്യനെ ഇല്ലാതാക്കിയിട്ട് ഈ നേതാവ് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? സംസ്ഥാന സെക്രട്ടറി ആർഷോ ഏതെങ്കിലും അല്ല ഘട്ടത്തിൽ എന്നിട്ട് എന്താണ് ഞാനൊരു- എന്നിട്ട് കള്ള പരാതി നൽകുന്നു. അത് മാത്രമല്ല കള്ളമൊഴികൾ നൽകുന്നതിന് വേണ്ടി വിദ്യാർത്ഥികളെ ഹാജരാക്കുന്നു. അത് മാത്രമല്ല SFIയുടെ പ്രവർത്തകനാണ് എന്ന രീതിയിൽ മുദ്ര കുത്തുന്നു. ഇതൊക്കെ എവിടെ കേട്ട് കേൾവിയുള്ള സാധനമാണ്? ഇതൊക്കെയാണ് രാഷ്ട്രീയ മുതലെടുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആർഷ ചുണക്കുട്ടിയൊന്നുമല്ല. ആർഷ ചുണക്കുട്ടിയൊക്കെ ആക്കിയാൽ വളരെ മോശമാണ്. ഈ പൊതുസമൂഹത്തിന് അതൊന്നും ഒരു ബാധകമേ അല്ല. എവിടെ ചുണക്കുട്ടി? മഞ്ജുഷേ, നമുക്ക് ഇങ്ങനൊരു മാധ്യമ വിചാരണയുടെ ഘട്ടമല്ല ഇത്. ഈ കേസിൽ അതിൽ അഭിപ്രായം പറയാൻ അവിടെ അന്ന് ആ ക്യാമ്പസിൽ ആ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന മുഴുവൻ കുട്ടികളുടെയും മൊഴി പോലീസ് എടുക്കും, ഒരു സംശയം വേണ്ട. അവരെ പറഞ്ഞു പഠിപ്പിക്കുന്നതിന് വേണ്ടി ഒരു സംഘത്തെ അവിടെ ഏർപ്പാടാക്കിയിരിക്കുകയാണ് അഡ്വക്കേറ്റ് BN ഹസ്കർ. എന്ത് തെളിവ്? അങ്ങനെ തെളിവ് ചോദിച്ചു കഴിഞ്ഞാൽ രഹസ്യമായിട്ടേ പറയുള്ളൂ എല്ലാവരും, അല്ലാതെ എല്ലാവരും ഒന്നൊന്നും പറയില്ല. കാരണം SFIയെ പേടിയാണ് അവിടെ. ഇവിടെ കേരളം ഭരിക്കുന്ന പാർട്ടിയെ പേടിയാണ്. അതുകൊണ്ടാണ് ഇന്നലെ ഈ പ്രതികളെ ഹാജരാക്കിയ സമയത്ത് പോലും വയനാട് ജില്ലയിലെ ഒരു പ്രമുഖ CPM നേതാവിന്റെ പങ്കാളിത്തം അവിടെ ഉണ്ടായിരുന്നു, സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. സാർ, ഈ കേസിൽ പ്രതിയായ പലരും CPMന്റെ പ്രാദേശിക നേതാക്കളുടെ മക്കൾ കൂടിയാണ്. അതൊക്കെ താങ്കൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ ഇതെല്ലാം പാർട്ടിയുമായും DYFI, SFI തുടങ്ങിയ സംഘടനകളുമായിട്ടും നേരിട്ട് ബന്ധമുള്ള ആളുകൾ തന്നെയാണ് ഈ പ്രതികളായിട്ടും വന്നിട്ടുള്ളത്. അല്ലാതെ ചുമ്മാ പിള്ളകളെയല്ല ഇക്കാര്യം. അപ്പോൾ ഈ പ്രതികളെ രക്ഷിക്കുവാനുള്ള എല്ലാ തന്ത്രങ്ങളും പയറ്റും. മഞ്ജുഷ, ഇന്നിപ്പോ 18 പ്രതികളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വലിയ കാര്യമായി പോയി. എത്ര നാളായി ആളുകളെ അറസ്റ്റ് ചെയ്തു. എത്ര നാൾ കൂടിയാണ് ഈ പൊതുസമൂഹം ഉണർന്നത് കൊണ്ട്, മാധ്യമങ്ങൾ ഉണർന്നത് കൊണ്ട്? പോലീസ് ആദ്യം എന്താണ് പറഞ്ഞത്? ആത്മഹത്യയാണ്, വീട്ടിൽ പൊക്കോളാൻ ഇവരോട് പറഞ്ഞ കാര്യമാണ്. അല്ല, അത് അന്വേഷണത്തിന്റെ ഉള്ളിലെ എല്ലാ കാര്യങ്ങളും പുറത്തു വരുള്ളൂ. അന്വേഷണം നടത്തണമെന്ന് പോലീസിന് അതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കൂ. പോലീസിന് ആരെങ്കിലും എവിടെയെങ്കിലും ഇടപെടലുകൾ നടത്തി അവരുടെ നടപടികളിലെ വൈകിപ്പിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു പരാതി നാളിതുവരെ വന്നില്ലല്ലോ. മാത്രമല്ല, ഇപ്പൊ ഒരുപക്ഷെ അതിലെ പ്രതികളായിട്ടുള്ള ആളുകൾ SFI പ്രവർത്തകരായിരുന്നു എന്നുള്ളത് കൊണ്ട് അവരെ സംരക്ഷിക്കുന്ന ഒരു ബാധ്യതയും SFI എടുക്കില്ലെന്നാണ് ഞാൻ കരുതുന്നത്. പുറമേ എടുക്കില്ല. മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് പറയും ഞങ്ങൾ സംരക്ഷിക്കില്ല, ഞങ്ങളുമായിട്ട് ഇപ്പോൾ ഒരു ബന്ധവുമില്ല എന്നൊക്കെ പറയും. പക്ഷേ SFIക്ക് സംരക്ഷിക്കാതിരിക്കാൻ പറ്റില്ല സാർ. അതാണ് ഇന്ന് വയനാട് കണ്ടതും. കുറച്ച് പിള്ളേരെ ഹാജരാക്കിയിട്ട് ഇതൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നു. അവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു, ആരൊക്കെ അവരെ നിയന്ത്രിക്കുന്നു. ഇതെല്ലാം പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അഡ്വക്കേറ്റ് BN ഹസ്കർ, ഇങ്ങനെയുള്ള നാടകക്കളി നിർത്താൻ പറയൂ SFIയോട്. എന്നിട്ട് വയനാട് ജില്ലാ കമ്മിറ്റി പിരിച്ചു വിട്ടിട്ട് വേറെ ആരെങ്കിലും ചുമതല ഏൽപ്പിക്കാൻ പറയൂ. അല്ലെങ്കിൽ ആർഷോയുടെ ആ കസേരയിൽ നിന്ന് ഇറങ്ങി പോകാൻ പറയൂ. ശ്രീ ജിൻഡോ, ആർഷോ എന്ന ചുണക്കുട്ടി എന്നാണ് അഡ്വക്കേറ്റ് BN ഹസ്കർ വിശേഷിപ്പിക്കുന്നത്. അല്ല, ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ അദ്ദേഹത്തോട് എനിക്ക് പറയാനുണ്ട്. ഒന്ന്, സിദ്ധാർത്ഥൻ SFIക്കാരായിരുന്നു എന്നുള്ള ഒരു വാദം അദ്ദേഹം വീണ്ടും ഉന്നയിക്കുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ എന്തിന് SFIയുടെ കൊടി പിടിച്ചു SFIക്കാരനായിരുന്നു എന്ന് നിങ്ങൾ ഇപ്പോഴും വാദിക്കുന്ന സിദ്ധാർത്ഥനെ നിങ്ങളുടെ കോളേജ് യൂണിയൻ ചെയർമാൻ അടക്കം യൂണിറ്റ് സെക്രട്ടറി അടക്കം ചേർന്ന് കൂട്ടവിചാരണ നടത്തി തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയത് എന്തിനാ? അപ്പം നിങ്ങൾക്ക് രക്തസാക്ഷികളെ കിട്ടാൻ വേണ്ടിയിട്ട് ഇത്ര വലിയ ദാഹമാണോ? അങ്ങനെ രക്തസാക്ഷികളെ കിട്ടാതിരിക്കുമ്പോൾ ഒരു സ്വന്തം പാർട്ടിയിലെ തന്നെ ഒരാളെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി അങ്ങനെ രക്തസാക്ഷിയെ സൃഷ്ടിച്ചാണോ? എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങളുടെ കൂടെ നടക്കുന്ന ഒരു സഖാവിനെ, നിങ്ങളുടെ കൂടെ നടന്നു എന്ന് നിങ്ങൾ ഇപ്പോഴും വാദിക്കുന്ന ഒരു സഖാവിനെ കൊന്നു കളഞ്ഞിട്ട് നിങ്ങൾ അതിനെ ന്യായീകരിക്കുകയാണോ? ഇനി രണ്ടാമത്, അത് അങ്ങനെ അല്ലെങ്കിൽ SFIയുടെ സംസ്ഥാന സെക്രട്ടറി SFI പ്രവർത്തകനായിട്ടുള്ള സിദ്ധാർത്ഥനാണല്ലോ മരണപ്പെട്ടത്. SFIയുടെ പ്രവർത്തകനാണെന്നുള്ള നിങ്ങൾ അവകാശപ്പെടുന്നത്. SFIയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് ഈ കോളേജിലേക്ക് ഒരു സമരം പ്രഖ്യാപിക്കണ്ടേ? SFIയുടെ ജില്ലാ കമ്മിറ്റിക്ക് ആ കോളേജിലേക്ക് ഒരു സമരമില്ലേ? ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു സമരമില്ലേ? നിങ്ങൾ ഗവർണറെ കാലൂത്തിക്കാതിരിക്കാൻ വേണ്ടി കുറെ സമരം നടത്തുന്നുണ്ടല്ലോ. അതിൽ 4 അംശം വിദ്യാർത്ഥികളോട് ആത്മാർത്ഥ കാണിക്കൂ. ഈ വിദ്യാർത്ഥി പ്രശ്നത്തിൽ നിങ്ങളുടെ നിലപാട് എന്താ? ആ കോളേജിൽ ഇത്ര മൃഗീയമെന്ന് പറയാൻ പറ്റില്ല, നരാധമ പ്രവർത്തനം നടത്തിയിട്ട് മനുഷ്യമൃഗങ്ങളെ പോലെ പെരുമാറി ഒരാളെ കൊന്നിട്ട് SFIക്ക് എന്തുകൊണ്ട് പരാതിയില്ല? SFI എവിടെയെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടോ? SFI പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടോ? SFI യൂണിവേഴ്സിറ്റിക്ക് പരാതി കൊടുത്തിട്ടുണ്ടോ? SFI കോളേജ് അധികൃതർക്ക് പരാതി കൊടുത്തിട്ടുണ്ടോ? ഈ സിദ്ധാർത്ഥന്റെ കൊലപാതകളെ അറസ്റ്റ് ചെയ്യണം, കൂടുതൽ അന്വേഷണം വേണം, എല്ലാ സത്യങ്ങളും പുറത്തു വരണം എന്ന് പറഞ്ഞ് പരാതി കൊടുത്തിട്ടുണ്ടോ? DYFI പരാതി കൊടുത്തിട്ടുണ്ടോ? CPMന് പരാതിയുണ്ടോ? ഇല്ല. മാത്രമല്ല, CPMന്റെ വയനാട് ജില്ലയിലെ ഒരു മുന്തിയ നേതാവ് ഈ പ്രതികളോടൊപ്പം മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ പോലും പോയി.
ഇവിടെ എല്ലാ സഹായവും ചെയ്തു കൊടുത്തത് CPM-ന്റെ നേതാക്കന്മാരാ. എന്നിട്ട് നിങ്ങൾ സിദ്ധാർത്ഥന്റെ ഭരണത്തിലെ ദൗർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥയെ കുറിച്ചിട്ട് കൊടുത്ത ഒരുപാട് മുതലക്കണ്ണീർ ഒഴുക്കല്ലേ, മോശമാണ്. ഇനി താങ്കൾ പറഞ്ഞ താങ്കൾക്ക് മക്കളുണ്ട് എന്ന്, ഞാനൊരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ചോദിക്കട്ടെ. താങ്കൾക്ക് മക്കളുണ്ടല്ലോ, അവരാരെങ്കിലും മഹാരാജാസ് കോളേജിലോ ഈ പൂക്കോട് കോളേജിലോ അല്ലെങ്കിൽ പാലക്കാട് വിക്ടോറിയ കോളേജിലോ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലോ ഒക്കെ ഒന്ന് അഡ്മിഷൻ എടുത്തിട്ട് SFI അല്ലാതെ മറ്റേതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടനയിൽ പ്രവർത്തിക്കാൻ ധൈര്യമുള്ളവരായിരിക്കുമോ? അങ്ങനെയല്ല. നിങ്ങൾ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ പൊതുസമൂഹത്തെ ഇനിയും കള്ളം പറഞ്ഞ് പറ്റിക്കാൻ നോക്കരുത്. അങ്ങനെയല്ല. ഇനി രണ്ടാമത്, കോൺഗ്രസിന് രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന് ഒരു ചെറുപ്പക്കാരനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയിട്ട് 5-6 ദിവസം കണ്ണടച്ചിരുന്ന അധികൃതരും SFI പോലെയുള്ള സംഘടനകളൊക്കെ അതിന്റെ ആളുകളും വക്താക്കളും പറയാ കോൺഗ്രസിന് രാഷ്ട്രീയമുണ്ടെന്ന്. കോൺഗ്രസിന് രാഷ്ട്രീയമുണ്ട്. CPM ഇതര മുഴുവൻ ആളുകൾക്കും ഇവിടെ രാഷ്ട്രീയമുണ്ട്. മാധ്യമ പ്രവർത്തകർക്കും പ്രതിപക്ഷത്തിനും മുഴുവൻ ആളുകൾക്കും പൊതുസമൂഹത്തിനും രാഷ്ട്രീയമുണ്ട്. ഒരു ചെറുപ്പക്കാരനെ കൊന്നു കളഞ്ഞു, അതിനെതിരെയാണ് ഞങ്ങളുടെ രാഷ്ട്രീയം, അതിനെതിരെ ഞങ്ങൾ ശബ്ദിക്കും, അത് ഞങ്ങളുടെ രാഷ്ട്രീയമാണെന്ന് നിങ്ങൾ വില കുറച്ച് കാണുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ രക്തസാക്ഷി എന്ന് പറഞ്ഞ ഒരു ഫ്ലെക്സ് അടിച്ചു വെച്ചത്? അതല്ല ഏറ്റവും വൃത്തികെട്ട രാഷ്ട്രീയം, അതിനല്ലേ നിങ്ങൾ അഡ്രസ് ചെയ്യേണ്ടത്? എന്നിട്ട് നിങ്ങൾ മറ്റു ആളുകളുടെ രാഷ്ട്രീയത്തെ കുറിച്ച് പറയുന്നു. ഒരു ചെറുപ്പക്കാരനെ കൊന്ന് കെട്ടിത്തൂക്കിയ വിഷയം സംസാരിക്കുമ്പോൾ അതിന് രാഷ്ട്രീയത്തിന്റെ കണ്ണിൽ മാത്രം കാണല്ലേ. ഇനി നിങ്ങൾ അടുത്തത് പറയുന്നത് 70കളിലെ വിദ്യാർത്ഥി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ SFI പോരാടിയെന്ന്. അന്ന് അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ കിരാതമായ നടപടി ഇന്ന് SFI നടത്തുന്നതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുകയാണോ? അന്ന് അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം നിങ്ങൾ സമരം ചെയ്ത് നേടിയെന്നൊക്കെയല്ലേ നിങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ വളർന്നതെന്ന്. എന്നിട്ട് നിങ്ങൾ തന്നെ എതിർക്കാൻ പോലും ഒരു സംഘടന ഇല്ലാത്ത ഒരു കോളേജിൽ നിങ്ങളുടെ തന്നെ സഖാവ് എന്ന് നിങ്ങൾ അഭിസംബോധന ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനെ കൊന്നുകളയുന്നു. എന്നിട്ട് പഴയ കഥ 50 വർഷം മുമ്പത്തെ കഥ പറഞ്ഞുകൊണ്ട് പുളകം കൊണ്ടിരിക്കുക. നാണമാവില്ലേ സാർ? ഇനി ആർഷോയുടെ ചുണയെ കുറിച്ചിട്ട്, ആർഷോ ചുണക്കുട്ടിയാണെന്ന് താങ്കൾ പറയുമ്പോൾ SFIക്കാർ പോലും ഒന്ന് ചിരിക്കാൻ സാധ്യതയുണ്ട്. എന്താണ് ആർഷോയുടെ ചുണ? കഴിഞ്ഞ 8 വർഷക്കാലത്തിനിടയ്ക്ക് SFI നടത്തിയ ഈ സർക്കാർ വിരുദ്ധ ഒരു സമരത്തിന്റെ കാര്യം പറഞ്ഞ്, ഗവർണർ വിരുദ്ധ സമരമല്ല, സർക്കാർ വിരുദ്ധ സമരം പറഞ്ഞ് SC/ST കുട്ടികളുടെ ഗ്രാന്റ്സ് കൊടുക്കാതായിട്ട് മാസങ്ങളായി, വർഷങ്ങളായി. നിങ്ങൾക്ക് സമരമുണ്ടോ? ഉച്ചക്കഞ്ഞിക്ക് പണമില്ലാത്ത സാഹചര്യമുണ്ട്, കുട്ടികൾക്ക് സ്കൂളിലെ വിഷയങ്ങളുണ്ട്, നിങ്ങൾക്ക് സമരമുണ്ടോ? എന്നിട്ട് നിങ്ങൾ ആർഷോയുടെ ചുണയെ കുറിച്ച് പറഞ്ഞു. ആർഷോയുടെ ചുണ ഞാൻ ഉത്തമ ബോധ്യത്തോടെ പറയുന്നു. നിമിഷ രാജു എന്ന് പറയുന്ന AISF-ന്റെ വിദ്യാർത്ഥി സംഘടനാ നേതാവ് ആ പെൺകുട്ടിയുടെ പുറത്ത് ചവിട്ടിയിട്ട് മാറി നിക്കടി പൊലച്ചി അല്ലെങ്കിൽ തന്തയില്ലാത്ത മക്കളെ പ്രസവിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതിന്റെ, ദേഹോപദ്രവം ഏൽപ്പിച്ചതിന്റെ, ശാരീരിക ആക്രമവും അല്ലെങ്കിൽ ജാതി അധിക്ഷേപം ഒക്കെ നടത്തിയതിന്റെ കേസെടുത്തത് പിണറായിയുടെ പോലീസാ. നിങ്ങൾ എന്നോടല്ല ചോദിക്കണ്ടേ. പോലീസ് കേസുണ്ട്, പോലീസിന്റെ FIR ഉണ്ട്, കേസുണ്ട്, ആർഷ ജാമ്യം എടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്നോടല്ല ചോദിക്കുന്നത്. തർക്കമുണ്ടെങ്കിൽ ആഭ്യന്തര വകുപ്പിനെ ചോദിക്കണം. ഇനി രണ്ടാമത്, കോടതി പരാമർശിച്ചിട്ടുണ്ട് ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട്. ആര് പരാതി കൊടുത്താലും FIR എടുക്കണമെന്നേ, അതല്ലേ നിയമം. അല്ല സാർ, ഞാൻ ഒന്ന് പൂർത്തിയാക്കട്ടെ. ഒരു വക്കീലും കൂടിയല്ലേ? അല്ല ഞാൻ പൂർത്തിയാക്കട്ടെ. താങ്കൾ ഒരു വക്കീലും കൂടിയല്ലേ? താങ്കൾ SFIക്കാരന് മാത്രം വക്കീലാകാതെ താങ്കൾ ഇന്ത്യൻ പീനൽ കോഡും CRPC ഒക്കെ പഠിച്ച ഒരു സാധാരണ വക്കീലായിട്ടൊന്ന് സംസാരിക്കൂ. ഈ നിമിഷാസ് രാജുവിന്റെ കേസിൽ പോലീസ് പരാതി എടുത്തിട്ടുണ്ട്, കേസ് എടുത്തിട്ടുണ്ട്, കോടതി പരാമർശമുണ്ട്. വ്യാജ സത്യവാങ്മൂലം കൊടുത്ത് ജാമ്യത്തിൽ ഇറങ്ങാൻ നോക്കിയ പ്രതി എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ഈ പിടികിട്ടാ പുള്ളി എന്ന് പോലീസ് പറയുമ്പോൾ ആർഷോയുടെ സമരത്തിൽ പങ്കെടുക്കുന്നു, ഇയാളെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ കോടതി പറഞ്ഞിട്ടുണ്ട്. ഇത് എന്റെ വാചകമല്ല, കോടതിയുടെ നീതിന്യായ വ്യവസ്ഥയുടെ വാചകമാണ്. നിങ്ങളൊരു വക്കീലല്ലേ, എന്നിട്ട് ഈ ഉളുപ്പില്ലാത്ത വർത്തമാനം പറഞ്ഞ് ന്യായീകരിക്കുന്നു. നിങ്ങൾ ആർഷോയുടെ ചുണയെ കുറിച്ച് പറയണ്ട. ഞങ്ങൾക്ക് ആർഷോയുടെ ചുണയൊന്നല്ല കാണണ്ടേ, ആർഷോയുടെ നിലപാട് അറിയണം. ആർഷോയ്ക്ക് സിദ്ധാർത്ഥന്റെ മരണത്തിൽ എന്താണ് അഭിപ്രായം പറയാനുള്ളത്? SFIക്ക് സമരമുണ്ടോ? DYFIക്ക് സമരമുണ്ടോ? CPM-ന് പ്രതിഷേധമുണ്ടോ? നിങ്ങൾക്ക് അത് പറയും. അല്ലാതെ നിങ്ങൾ മറ്റു ആളുകളെ ആക്ഷേപം പറയല്ലേ, നിങ്ങൾ മറ്റു കഥകൾ പറയല്ലേ. മരിച്ചുപോയ സിദ്ധാർത്ഥനെതിരെ വ്യാജ ആരോപണം ഉന്നയിച്ച് കള്ള പരാതിയുമായി പോയ SFIക്കാരി ഉൾപ്പെടെയുള്ള ആളുകൾ പുറത്തേക്ക് വരണം. അതല്ലേ പറയണ്ടേ? ഇങ്ങനെ ഒരു വ്യാജ ആരോപണം, വ്യാജ ആരോപണം സിദ്ധാർത്ഥനെ ഒരു പീഡകനാക്കി മാറ്റുവാനുള്ള ഒരു ശ്രമം നടന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ കഷ്ടമാണ്. SFI എന്നുള്ള സംഘടനയ്ക്കെതിരെ അടുത്ത ഗുരുതരമായ ആരോപണം വരികയാണ്. ഇത് ആരോപണമല്ല. കാരണം ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ക്യാമ്പസിൽ സംഭവിച്ചാൽ ഉടൻ തന്നെ ഒരു പെണ്ണ് കേസിൽ പ്രതിയാക്കുവാനുള്ള ശ്രമം നടത്തുന്ന സംഘടന എന്ന പേര് കൂടി SFIക്ക് വരികയാണ്. അതിൽ കൂടുതൽ തെളിവുകൾ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് മറുപടി പറയേണ്ടത് SFI ആണ്. അല്ലാതെ ഒരു രക്തസാക്ഷി ഇമേജ് നൽകിക്കൊണ്ട് സിദ്ധാർത്ഥൻ ഞങ്ങളുടെ കുട്ടിയാണ് എന്ന് പറയുകയല്ല വേണ്ടത്. അങ്ങനെ അല്ല എന്ന് തെളിഞ്ഞതാണ്. നിങ്ങളുടെ കുട്ടിയല്ല, നിങ്ങളിൽ നിന്ന് വിട്ടുപോയ ആളാണ്. നിങ്ങളെ താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു സിദ്ധാർത്ഥൻ, എന്നിട്ടും രക്തസാക്ഷിയാക്കാൻ ശ്രമിക്കുന്നു. അതിനിടെയാണ് ഇങ്ങനെ ഒരു വേഷം കൂടി മരിച്ചതിന് ശേഷം സിദ്ധാർത്ഥന് ചാർത്തി കൊടുക്കാൻ ശ്രമിക്കുന്നത്. വളരെ കഷ്ടമാണ് SFIയുടെ കാര്യം. മഞ്ജുഷേ, നമുക്ക് ഇപ്പോ ഈ ചാനൽ മുറിയിൽ ഇരുന്ന് ഇതിലൊരു നിലപാടെടുക്കാനാവില്ല.
SFIയുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. ആർഷോ തന്നെ ഇക്കാര്യത്തിൽ, സംസ്ഥാന ഭാരവാഹികൾ ഇക്കാര്യത്തിൽ ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ട്. സിദ്ധാർത്ഥന്റെ മരണത്തെ സംബന്ധിച്ച് അന്വേഷണം നടത്തണം, ആ അന്വേഷണത്തിൽ കുറ്റക്കാരായിട്ടുള്ളവരെ കണ്ടെത്തണം, ഒരു സംശയം വേണ്ട. ഏതെങ്കിലും ഒരു പെൺകുട്ടി ഒരു പരാതി നൽകിയാൽ ആ പരാതിക്ക് പിന്നിൽ SFI ആണെന്നൊരു നറേറ്റീവ് സൃഷ്ടിക്കണ്ട, അതും അന്വേഷിക്കട്ടെ എന്നേ. അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതിയും അന്വേഷിക്കട്ടെ. ഞാൻ മനസ്സിലാക്കുന്നത് DYSPക്ക് അങ്ങനൊരു പരാതി ലഭിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കിട്ടിയിട്ടില്ല എന്നാണ് DYSP പറഞ്ഞത്. അപ്പോ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ അതും അന്വേഷിക്കട്ടെന്നേ, ഒരു സംശയം വേണ്ട. ഏതു അന്വേഷണവും സുതാര്യമായി തന്നെ നടക്കണം. സിദ്ധാർത്ഥിന് നീതി ലഭിച്ചേ മതിയാകൂ, ഒരു സംശയം വേണ്ട. ഞങ്ങളൊക്കെ സിദ്ധാർത്ഥിനൊപ്പം തന്നെയാണ്. സിദ്ധാർത്ഥൻ SFIക്കാരനായിരുന്നു അല്ലെങ്കിൽ SFI പ്രവർത്തകനാണ് എന്ന് പറയുന്നതിൽ എന്ത് പിശകാ ഉള്ളത്? ആ ക്യാമ്പസിൽ മറ്റൊരാൾക്ക് പ്രവർത്തിക്കാനാവില്ല എന്ന് പറയുന്നിടത്ത് തന്നെ ആ ക്യാമ്പസിൽ ഒരുപക്ഷെ സിദ്ധാർത്ഥ SFI പങ്കെടുത്തിട്ടുണ്ടാവാം, പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടാവാം. അതിന്റെ ചിത്രങ്ങളാണ് അങ്ങനെ പറയുന്നത്. ഒരാളെ കൊന്നു തള്ളിയത് SFI എന്നിട്ട് പറയുകയാണ് ആ കുട്ടി SFIക്കാരനാണ്, അങ്ങനെ പറയുന്നതിൽ. ഇവിടെ ഇരിപ്പുണ്ട്, ഷിബുവിന്റെ കൂടെ ഇരിപ്പുണ്ട്. ഞാൻ വേണമെങ്കിൽ ഇപ്പൊ അയച്ചുതരാം, നിങ്ങളത് അതുകൂടെ കാണിക്കുമെങ്കിൽ ആ ചിത്രം ഞാൻ അയച്ചുതരാം. ഞാൻ ഇന്ന് അതൊക്കെ കണ്ടതാണല്ലോ, അത് പറയുകയും ചെയ്തു ഷിബു. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ SFIയുടെ ചെയർമാനും സെക്രട്ടറി അടക്കം എന്തിനാ സിദ്ധാർത്ഥിനെ തല്ലിക്കൊന്നത്? അത് പരിശോധിക്കുന്നേ, അത് അന്വേഷിക്കുകയല്ലേ, അവരെ പുറത്താക്കിയില്ലേ? ഏത് സംഘടനയ്ക്കാ ചെയ്യാനുള്ള ആർജവം ഉണ്ടായിട്ടുള്ളത്? നിങ്ങളൊരു പൈലി ഉണ്ടായിരുന്നല്ലോ. നിങ്ങളുടെ പുറത്താക്കൽ ആർക്ക് വേണം സാർ? നിങ്ങളുടെ ഈ നരാധമ സംഘടനയിൽ നിന്ന് 4 ആളെ പുറത്താക്കുന്നതല്ല ഞങ്ങളുടെ ആവശ്യം. അല്ല, നിങ്ങളുടെ ഈ നരാധമ സംഘടനയിൽ നിന്ന് 4 ആളെ പുറത്താക്കുന്നതല്ല ഞങ്ങളുടെ ആവശ്യം. കേരളത്തിലെ കലാലയങ്ങളിലെ SFI നടത്തുന്ന ഇടിമുറികളും വിചാരണ കോടതികളും ഒഴിവാക്കലാണ് ഞങ്ങളുടെ ആവശ്യം. ധീരജ് എന്ന് പറയുന്ന രക്തസാക്ഷിയെ നെഞ്ചിനു നേരെ കത്തി നിങ്ങളുടെ ഈ സംഘടനയിൽ പുറത്താക്കിയില്ലെന്ന്. ഞങ്ങൾ അങ്ങനെയല്ല. തെറ്റു ചെയ്യുന്നത് ആരാണെങ്കിലും കൊല്ലാൻ പോകുന്നവർ കൊല്ലപ്പെടും സാർ, കൊല്ലാൻ പോകുന്നവരും കൊല്ലപ്പെടുമെന്നുള്ള ഒരു ബോധ്യം ഉണ്ടാകുന്നല്ലതാ. നിഖിൽ പൈലിയുടെ കേസിൽ ധീരജ് മരിക്കുന്നത് കോളേജിന്റെ അകത്തല്ല. നിഖിൽ പൈലിയെ കൊല്ലാൻ ഓടിക്കുന്ന SFIക്കാർ പിന്തുടർന്ന് കൊല്ലാൻ നോക്കിയപ്പോൾ കൂട്ടയിടിയിൽ അബദ്ധത്തിൽ മരണപ്പെടുന്ന കൊല്ലാൻ പോകുന്ന SFIക്കാരും കൊല്ലപ്പെടുമെന്നുള്ള ബോധ്യം വേണം. മരണപ്പെടുന്ന ആരായാലും SFIക്കാരനായിക്കോട്ടെ അല്ലാത്ത ആളായിക്കോട്ടെ മരണപ്പെടുന്ന ഒരു മനുഷ്യജീവനുള്ള ബോധ്യം വേണ്ടേ? നിങ്ങൾക്ക് മാത്രം, നിങ്ങളുടെ പാർട്ടിക്ക് മാത്രമാണ് കുടുംബം ആ ഗുണമുള്ളത്. ആ എനിക്ക് തോന്നുന്നത് പൂക്കോട് വെറ്റിനറി കോളേജില് ഒരു SFI പ്രവർത്തകനായതുകൊണ്ട് സിദ്ധാർത്ഥന് SFIക്കാരനായതുകൊണ്ട് മാത്രം തല്ലിക്കൊന്നു എന്നാണ് ഇപ്പം തോന്നുന്നത്. അവരുടെ നേതാക്കൾ അവനിലുള്ള ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവർ തല്ലിക്കൊന്നു എന്നുള്ള രീതിയിലാണ് വരുന്നത്. SFI പ്രവർത്തകനാണ് എന്നുള്ളത് അവരെടുത്തു പറയുന്നു, അതുകൊണ്ട് അവനെ തല്ലിക്കൊന്നു. ആ രീതിയിലേക്കാണ് ഇപ്പം മാറിപ്പോകുന്നത്. ഈ പ്രവർത്തകന് അദ്ദേഹം പറഞ്ഞ ഫോട്ടോ കാണിച്ചു തരാമെന്ന്. അതിനാണ് ഞാൻ ആദ്യമേ വിശദീകരിച്ചത്. ഏതൊരു യോഗത്തിലും ചെന്ന് നിന്ന ഫോട്ടോ എടുക്കുമ്പോൾ അവൻ ഫ്രണ്ടിലുണ്ടെങ്കിൽ അത് ഫോട്ടോയിൽ വരും. ആദ്യ നാളുകളിൽ പ്രവർത്തിച്ചിരുന്നു, ഒരു CRP ആയിരുന്നപ്പോൾ അവൻ ആ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു കാര്യമാണല്ലോ. അതോടൊപ്പം തന്നെ ഈ നേതാക്കൾ നമ്മുടെ വീട്ടിൽ മരണ ദിവസം മുതൽ നിരന്തരം വന്നുകൊണ്ടിരുന്നതാണ്. SFIയുടെ എല്ലാ നേതാക്കളും വന്നിരുന്നു. നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം, ഈ ഫോട്ടോയും ഈ കുട്ടിയുടെ പരാതിയും എന്നാണ് മാധ്യമങ്ങളിൽ വരാൻ തുടങ്ങിയത്? ഇന്നലെ മുതലാണ് അത് കൃത്യമായി പ്രചരിക്കാൻ തുടങ്ങിയത്. കുട്ടികളെ ഹാജരാക്കിയത് ഇന്നാണ്. ഇന്നലെ മുതലാണ് ഇത് വരാൻ തുടങ്ങിയത്. മെനഞ്ഞാന്ന് വരെ എല്ലാവരും വീട്ടിൽ വന്നുകൊണ്ടേയിരുന്നു. അപ്പം അവർക്കെന്തോ ഒരു അജണ്ട ഉണ്ടായിരുന്നു, ഇത് SFIക്കാരനാണ്, അപ്പം നമ്മൾ അതിലുമായിട്ട് അവരോടൊപ്പം നിൽക്കും എന്നുള്ള എന്തെങ്കിലും തോന്നലുകൾ ഉണ്ടാകുന്നത്. എനിക്ക് രാഷ്ട്രീയമില്ല, ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ഒരിക്കലും അവരുടെ കുറ്റപ്പെടുത്തുന്ന ആ രീതിയിലല്ല. എൻ്റെ വ്യൂ ഓഫ് മൈൻഡ്, ഞാൻ മനസ്സിലാക്കിയ കാര്യം അത് ഞാൻ ഇവിടെ പറയുന്നു. സാർ, അത് ഒരു ഇടപെടൽ സാർ. അത്തരത്തിൽ നിരന്തരം വന്നപ്പോൾ നമ്മുടെ ഒരു നിസ്സഹകരണം എന്തോ, ചിലപ്പോൾ അവൻ്റെ അച്ഛൻ ചിലപ്പോൾ പ്രതികരിക്കുന്നത് എന്നെ പോലെ ആയിരിക്കില്ല, കുറച്ചും കൂടെ വൈകാരികമായിട്ടായിരിക്കും. അതിലെന്തെങ്കിലും തോന്നിയത് കൊണ്ടാണ് ഇപ്പോൾ ഒരു പെണ്ണ് കേസ് വന്നിരിക്കുന്നത്. അപ്പം ആ പെൺകുട്ടിയുടെ കേസിനെ കുറിച്ച് എനിക്കൊരു കാര്യം കൂടെ പറയണം. ഈ പെൺകുട്ടിയെ അവിടെ കേസിൽ വരുമ്പോൾ ആ കുട്ടി ഗൂഢാലോചനയിൽ വന്നിട്ടുണ്ട്. ഈ കുട്ടിക്ക് അവർ മെഡിക്കൽ ചെക്കപ്പ് നടത്തിയിട്ടില്ല. എന്തുകൊണ്ടാണ് മെഡിക്കൽ ടെസ്റ്റ് നടത്താത്തത്? ഈ കുട്ടിയുടെ അവിടുത്തെ ഇതിലുള്ള ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ച് അന്വേഷിക്കുന്നില്ല. ഈ കുട്ടി സിദ്ധാർത്ഥനെതിരെ ഇത്തരത്തിൽ ആരോപണം വരുമ്പോൾ നമ്മൾ അവിടെ നടന്ന ഒരു പഴയ ചരിത്രം, കുറച്ച് മാസങ്ങൾക്ക് മുന്നുള്ള ചരിത്രവും കൂടെ നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല.
അവിടെ അവൻ്റെ ക്ലാസ്മേറ്റായ നക്ഷത്ര എന്ന് പറയുന്ന ഒരു കുട്ടിയെ ആ കോളേജിലെ തന്നെ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നും വരുന്ന ഒരു അഡ്മിഷനുണ്ട് അവിടുത്തെ ഒരു വെറ്റിനറി ഡിപ്പാർട്ട്മെൻറ്റിലുള്ള അങ്ങനെ വന്ന ഒരു പയ്യൻ കടന്നു പിടിക്കുകയും അതിനെതിരെ സമരം ശക്തമായി നടത്തി ആ പുള്ളിയെ പുറത്താക്കാൻ വേണ്ടി സഹായിച്ചത് സിദ്ധാർത്ഥനാണ്. ഈ കുട്ടിക്ക് നേരിട്ട ഭീഷണി ഇതിന് കൃത്യമായി അവരുടെ രക്ഷകർത്താക്കളെ അറിയിച്ചതും സിദ്ധാർത്ഥനാണ്. അപ്പോൾ ഒരു പെൺകുട്ടിയെ സംരക്ഷിച്ച് ഇവിടെ തൃശ്ശൂർ കോളേജിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി വരെ സഹായിച്ച സിദ്ധാർത്ഥനാണ്. ഇത്തരത്തിലൊരു പീഡനം നടന്നപ്പോൾ ആരും തന്നെ സിദ്ധാർത്ഥനെ സഹായിക്കാൻ ഉണ്ടായില്ല. അപ്പം എല്ലാവരും അതിനോടൊപ്പം കൂട്ടാണ് നിന്നത്. ഇതിലെനിക്ക് ഒന്നുകൂടെ പറഞ്ഞു വയ്ക്കാനുള്ളത്, ഇതിൽ കറക്റ്റ് രാഷ്ട്രീയമായിട്ട് ഇടപെട്ടത് നമ്മുടെ ഡീനാണ്. അതുപോലെ അവിടുത്തെ പി ടി സാറാണ്. അതോടൊപ്പം ഈ പെൺകുട്ടിയുണ്ട്. ഈ പെൺകുട്ടി എന്തായാലും അവരുടെ വക്താവായിരിക്കും. ആ പെൺകുട്ടിയുടെ ചരിത്രം കൂടെ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അപ്പം ഇവരെ എല്ലാവരെയും ഈ പരാതിയിൽ അടിയിൽ ഒപ്പിട്ടിരിക്കുന്നു. നേരത്തെ പറഞ്ഞൊരു പരാതി കൊടുത്തു എന്ന് പറഞ്ഞു. ആ പരാതിയിൽ ഒളിവിൽ പോയ കുട്ടിയും ഒപ്പിട്ടിട്ടുണ്ട്. ഒളിവിൽ പോയ ഒരു പ്രതിയും അതിനകത്ത് ഒപ്പിട്ടിട്ടുണ്ട്. അത് പരിശോധിച്ചാൽ മനസ്സിലാകും. അതേപോലെ ഈ അധ്യാപകർ അടിസ്ഥാനത്തിലാണ് ഇതിന് വിധി എഴുതി ഒപ്പിട്ടത്. അപ്പോൾ ഈ അധ്യാപകരെല്ലാം ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഈ ഒപ്പിട്ട അധ്യാപകരും ഇതിൽ ഭാഗമാണ്. ശരിയാണ്. ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. പല കാര്യങ്ങളും ഇപ്പോൾ സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പല വിവരങ്ങളും അവർക്ക് കിട്ടുന്നുമുണ്ട്. പക്ഷേ പോലീസ് മാത്രം ഇക്കാര്യത്തിൽ ആ നിലയിലേക്ക് അന്വേഷണം കൊണ്ടുപോകുന്നില്ല എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ പ്രൈം ഡിബേറ്റിലെ ചോദ്യം ഇതായിരുന്നു: VC പുറത്താക്കി ഗവർണർ, SFI സംരക്ഷിക്കുന്ന സർക്കാരിനുള്ള മറുപടിയോ? അതെ എന്ന് 94% പ്രേക്ഷകർ, അല്ല എന്ന് 5%. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി.